സ്വതന്ത്രമായി ചിന്തിക്കുവാൻ താങ്കൾ ധൈര്യപ്പെടുന്നുണ്ടോ? മാറ്റത്തിന് അവസരമൊരുക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിലിതാ സ്വതന്ത്ര ചിന്താ കൂട്ടായ്മയായ എസൻസ് ഗ്ലോബൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യുന്നത് വഴി നിങ്ങൾക്കും എസൻസ് ഗ്ലോബലിന്റെ ഭാഗമാകാം. കൂടാതെ എസൻസ് ഗ്ലോബൽ ഒഫീഷ്യൽ എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് ചെയ്യുന്നത് വഴിയും നിങ്ങൾക്ക് എസൻസിൽ ജോയിൻ ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഗോപകുമാർ. ഞാൻ നിലവിൽ ചവറ ഗവൺമെൻറ് കോളേജിൽ കെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ അതിനു മുമ്പ് ഒരു 2005 മുതൽ 2017 വരെ 12 വർഷക്കാലം കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ സ്റ്റേഷൻ ഓഫീസറായിട്ട് ജോലി നോക്കിയ ഒരാളാണ്. അപ്പോൾ ഇന്ന് ഈ ലിഫ്റ്റ് സംബന്ധമായ കുറച്ച് ഇഷ്യൂസിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഞാനൊരു ലിഫ്റ്റിൻ്റെ ടെക്നീഷ്യനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. പക്ഷേ ഞാൻ എൻ്റെ സർവീസ് ജീവിതത്തിൽ ഈ ലിഫ്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് അപകടങ്ങളിൽ പോയി വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ ഒരു സെഷൻ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏറ്റവും ഏറ്റവും ഒരു ഹൈ എൻഡ് സ്പീച്ചൊന്നുമല്ല. പക്ഷേ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ഇടയ്ക്ക് എന്നോട് ചോദിക്കാം. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അത് മാത്രമല്ല, ഞാൻ ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ആ നിമിഷം തന്നെ കറക്റ്റ് ചെയ്യുകയും ചെയ്യാം. കാരണം ഇത് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം തയ്യാറാക്കിയ ഒരു സാധനമാണ്. സോ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ ഒരു ഇൻപുട്സ് കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനിത് ആരംഭിക്കുകയാണ്. സോ ഈ ലിഫ്റ്റുകളെ സംബന്ധിച്ച് നമ്മൾ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വന്നത് ലോകപ്രശസ്തമായ ഒരു ലിഫ്റ്റ് നമ്മുടെ മുമ്പിലുണ്ട്. ഇത് BBC ന്യൂസിൽ വന്നതാണ്. ഇത് വേറൊന്നുമല്ല, തിരുവനന്തപുരത്ത് രവീന്ദ്രൻ നായർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കുടുങ്ങിപ്പോയ ലിഫ്റ്റാണ്, ലിഫ്റ്റ് നമ്പർ 11. അപ്പോൾ ഇത് BBC ന്യൂസിൻ്റെ ലിങ്കിൽ നിന്നാണ്, ആ സൈറ്റിൽ നിന്നാണ് ഞാൻ ഈ പിക്ചർ എടുത്തിരിക്കുന്നത്. ആ ലിങ്കാണ് ഞാൻ മുകളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ലിഫ്റ്റോടുകൂടിയാണ് അടുത്ത കാലത്ത് ലിഫ്റ്റ് നമ്മുടെ ചിന്തയിലേക്ക് കൂടുതലും ചർച്ചയിൽ വന്നത്. ലിഫ്റ്റ് ഒരു മെഷീനറിയാണ്, നമുക്ക് ഏറ്റവും ഉപയോഗപ്രദമായൊരു സാധനമാണ്. പക്ഷെ അത് ചിലപ്പോഴൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിരുന്നു ആ സംഭവം. ഇത് ഒരു 2 വർഷം മുമ്പ് മുംബൈയിലൊരു ടീച്ചർ അതിൻ്റെ ഒരു സ്കൂളിൻ്റെ 6ാം നിലയിലെ ക്ലാസ്സിൽ നിന്നും 2ാം നിലയിലെ സ്റ്റാഫ് റൂമിലേക്ക് വരുന്ന വഴിക്ക് ഇറങ്ങാൻ നേരത്തെ ലിഫ്റ്റിൻ്റെ ഡോറിനിടയിൽ കുടുങ്ങിപ്പോയൊരു സംഭവമാണ്. ജസ്റ്റ് ഞാൻ ഒരു ഇൻട്രഡക്ഷൻ ഇട്ടുള്ള താഴേക്ക് വരുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വിശദമായി പറയാം. ഇത് ഇന്നലത്തെ പത്രത്തിൽ വന്ന വാർത്തയാണ്. ഇന്നലത്തെ വളരെ ആദർശമായിട്ടാണ് ഞാൻ ഇന്നലെ പത്രത്തിൽ കണ്ടത്. നമ്മുടെ കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലിൽ ലിഫ്റ്റ് പൊട്ടിപ്പോയി. അതായത് 3 നിലയിൽ മാത്രം വർക്ക് ചെയ്യുന്ന ലിഫ്റ്റാണ്. ഇടയ്ക്ക് വെച്ച് പൊട്ടിപ്പോയിട്ട് താഴെ ചെന്ന് വീണു. അപ്പോൾ നമുക്ക് അറിയാമല്ലോ, നമ്മളൊരു ലിഫ്റ്റിനകത്തിരിക്കുന്ന നമ്മൾ ആ ലിഫ്റ്റോട് കൂടി താഴെ പോയി വീണാൽ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ്, ആഘാതം എന്താണെന്ന് എല്ലാവർക്കും അറിയാം, ഊഹിക്കാവുന്നേ ഉള്ളൂ. അതിങ്ങനെ ഊഹിക്കാൻ തുടങ്ങിയാൽ തന്നെ നമുക്ക് മേല് പെരുക്കാൻ തുടങ്ങും. പറഞ്ഞ പോലെ ലിഫ്റ്റിനകത്ത് താഴേക്ക് പോകാമെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ്. പലപ്പോഴും ലിഫ്റ്റിനകത്ത് പൊട്ടിയിട്ടില്ലെങ്കിൽ പോലും ഇതിൻ്റെ ബ്രേക്കൊക്കെ റിലീസായി ലിഫ്റ്റൊക്കെ താഴേക്ക് പോകുമ്പോൾ നമ്മൾ മനസ്സറിയാതെ മലമൂത്ര വിസർജനം വരെ നടക്കും. അത്രയ്ക്ക് ഒരു വല്ലാത്തൊരവസ്ഥയാണ് ആ ഒരു. അപ്പോൾ നമ്മൾ ചിലൊരു കലുങ്കിനകത്ത് കയറ്റം കയറി കാർ ഇറങ്ങുമ്പോൾ തന്നെ നമുക്കൊരു നമ്മുടെ ഒരു വല്ലാത്തൊരു ഫീലിംഗാണ്. അപ്പം പിന്നെ ലിഫ്റ്റൊക്കെ താഴേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അറിയാം. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ റോളർ കോസ്റ്ററിലൊക്കെ കയറി പോയിട്ടുള്ളവർക്കാണെങ്കിൽ അത് വ്യക്തമായിട്ട് അറിയാനും പറ്റും. ഇത് ഇന്ന് വന്ന വാർത്തയാണ്, ഇന്നത്തെ വാർത്തയാണ്. സോ ഇന്നലെ കോഴിക്കോട് തൊണ്ടയാടുന്നൊരു സ്ഥലത്ത് ഒരു അപ്പാർട്ട്മെൻറ്റിലൊരു ലേഡി അവരുടെ ലിഫ്റ്റിൽ കുടുങ്ങിയ ഒരു സംഭവം. അപ്പോൾ ഇത് ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായി താഴേക്ക് പറയാം. ഇതൊക്കെ ഓരോ സാഹചര്യങ്ങൾ നിങ്ങളെ ഒന്ന് അറിയാൻ വേണ്ടി, നമ്മൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടി വരുന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിതിട്ടത്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇത് താഴെ കാണിച്ചിരിക്കുന്നത് പാല് തിളച്ചു തൂവുന്ന ഒരു പിക്ചറാണ്. നമ്മൾ എത്ര തവണ നോക്കിയിരുന്നാലും ഒരുപക്ഷെ നമ്മുടെ കണ്ണൊന്ന് മാറുമ്പോഴായിരിക്കും ആ പാല് തിളച്ചു തൂവുന്നത്. സോ ഇത് പലരും പറയാറുണ്ട്, എൻ്റെ നോട്ടം ഒന്ന് തെറ്റുമ്പോൾ, പ്രത്യേകിച്ച് ലേഡീസ് പറയാറുണ്ട്, എൻ്റെ കണ്ണൊന്ന് തെറ്റിയപ്പോൾ ആ പാല് തിളച്ചു തൂവി എന്നുള്ളതാണ്. അതിനൊരു പക്ഷേ തൊട്ട് മുമ്പ് മിനിറ്റുകളോളം നമ്മളവിടെ വാച്ച് ചെയ്തിരുന്നതായിരിക്കും, പക്ഷേ സംഭവിക്കുന്നത് ചിലപ്പോൾ അപ്പോഴായിരിക്കും. അപ്പോൾ ഇതിവിടെ ഞാനിത് പറയാൻ കാര്യം, നമ്മുടെ സേഫ്റ്റിയുടെ കേസിലും അങ്ങനെ തന്നെയാണ്. ഇറ്റ് ഈസ് ബെറ്റർ ടു ബി സേഫ് 100 times ദാൻ ടു ബി കിൽഡ് വൺസ്. നമ്മൾ 100 തവണ ശ്രദ്ധിച്ചിരുന്നാലേ ആ 100 തവണയും നമ്മൾ സേഫായിട്ട് പോകും. നമ്മൾ വാഹനം ഓടിക്കുന്നവരാണ്, ഹെൽമെറ്റ് നമ്മൾ ചിലപ്പം 100 ദിവസം ഇട്ടിട്ടായിരിക്കും പോകുന്നത്, ഒരു അപകടവും നമുക്ക് പറ്റി കാണില്ല. പക്ഷേ 101 ദിവസം നമ്മൾ ഇടാതെയാണ് പോകുന്നതെങ്കിൽ അന്നായിരിക്കും നിങ്ങൾക്ക് ഒരു അപകടം സംഭവിക്കുന്നത്. സോ ഈ ഒരു വാചകം ചിലപ്പോൾ നിങ്ങൾ നെറ്റിൽ നോക്കുമ്പോൾ മാർക്ക് ട്വൈൻ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും എഴുതിയിട്ടിരിക്കുന്നത്. അത് മാർക്ക് ട്വൈൻ പറഞ്ഞൊന്നും അല്ല എന്ന് തെളിയിച്ചിട്ടുണ്ട്. പിന്നെ ആരെങ്കിലും അങ്ങനെയുള്ള ആൾക്കാർ പറഞ്ഞാലേ ആളുകൾ കേൾക്കൂ എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇട്ടിരിക്കുന്ന ഒരു വാചകമാണ്. പക്ഷേ മനസ്സിലാക്കേണ്ടുന്നത്, നമ്മൾ എത്ര തവണയും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ സേഫായിട്ട് തന്നെ, ഒരു തവണ മാത്രമായിട്ട് നമ്മൾ സേഫ്റ്റിയെ മാറ്റി വെക്കരുത്. അത് നിങ്ങളെ ഇല്ലാതാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലിഫ്റ്റുകളെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു കുറച്ച് ബേസിക് കാര്യം എപ്പോഴും അറിയാം. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ആദ്യ പാഠങ്ങൾ വളരെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതിൽ ഈ ടൈപ്സ് ഓഫ് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉപയോഗത്തിനനുസരിച്ചുള്ള തരംതിരിവാണ്. അതിൽ പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾക്ക് പരിചിതമായത് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ഫസ്റ്റ് വൺ പാസഞ്ചർ ലിഫ്റ്റാണ്. എല്ലാത്തരം കെട്ടിടങ്ങളിലും, ഹോസ്പിറ്റലുകളിലും, ഷോപ്പിംഗ് കോംപ്ലക്സ്, മാളുകളിലും, അപ്പാർട്ട്മെൻറ്റ്സിലും ഒക്കെ
പാസഞ്ചേഴ്സ്, യാത്രക്കാർക്ക് സഞ്ചരിക്കാനുള്ള പാസഞ്ചർ ലിഫ്റ്റുകളാണ് ഒരു തരത്തിലുള്ളത്. രണ്ടാമതുള്ളത് സർവീസ് ലിഫ്റ്റാണ്. സർവീസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഹോട്ടലുകളോ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളോ ഒക്കെ ആണെങ്കിൽ അവിടെ സർവീസ് കാര്യങ്ങൾക്ക് വേണ്ടി, സർവീസ് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന സേവനത്തിന് വേണ്ടിയുള്ള ചെറിയ ലിഫ്റ്റുകളാണ് സർവീസ് ലിഫ്റ്റുകൾ. പക്ഷേ നമ്മൾ പലപ്പോഴും ബിൽഡിങ്ങുകളിൽ ചെല്ലുമ്പോൾ ഇതേ സർവീസ് ലിഫ്റ്റും പാസഞ്ചർ ലിഫ്റ്റായിട്ട് തന്നെ ഉപയോഗിച്ച് വരുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. പക്ഷേ അവിടെ ബോർഡ് സർവീസ് ലിഫ്റ്റ് എന്ന് കാണാം. പക്ഷേ നിങ്ങൾക്ക് അത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ പർപ്പസ് അതല്ലാന്ന് മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. മൂന്നാമത്തത് സ്ട്രക്ചർ ലിഫ്റ്റാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രവീന്ദ്രൻ നായർ അറിയാതെ കുടുങ്ങിക്കിടന്ന ഒരു സ്ട്രക്ചർ ലിഫ്റ്റാണ്. 6 അടിയിൽ കൂടുതൽ നീളമുള്ള ഒരു സ്ട്രക്ചർ, ഒരു പേഷ്യൻ്റ് കിടക്കുന്ന സ്ട്രക്ചർ അതേപടി കയറ്റി വെക്കാൻ കഴിവുള്ള അത്രയും കപ്പാസിറ്റി ഉള്ളതാണ്. അതിനാണ് നമ്മൾ സ്ട്രക്ചർ ലിഫ്റ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ലിഫ്റ്റുകൾ എന്നാണ് പറയുക. അത് പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ തന്നെ ഉള്ളതാണ്. അതിനകത്ത് അല്ലാത്ത ആളിനെ കൊണ്ടുപോകാം. പക്ഷേ വലിയ തിരക്കുള്ള ഒരുപാട് പേഷ്യൻ്റ് ട്രാൻസ്പോർട്ടുള്ള ഹോസ്പിറ്റലുകളിൽ പേഷ്യൻ്റ് ലിഫ്റ്റ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ട്രക്ചർ ലിഫ്റ്റ് അതിനുവേണ്ടി മാത്രം എക്സ്ക്ലൂസീവായിട്ട് ഉപയോഗിച്ചേ പറ്റും. കാരണം അത്രയേറെ പേഷ്യൻ്റ് ട്രാൻസ്പോർട്ട് ഉണ്ടായിരുന്നു. ദെൻ ഗുഡ്സ് ലിഫ്റ്റാണ്. ഗുഡ്സ് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകളിലൊക്കെ ചിലപ്പോൾ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി. അത് ആൾ കയറാൻ പറ്റുന്ന സാധനമല്ല, അത് മിക്കവാറും ഓപ്പൺ ആയിരിക്കും. കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാൻ എളുപ്പത്തിൽ ഈ കൺസ്ട്രക്ഷൻ നടക്കുന്ന ബിൽഡിങ്ങുകളിൽ ചിലപ്പോൾ ഈ സാധനങ്ങൾ, സിമെൻറ്റും മറ്റു സാധനങ്ങളൊക്കെ കയറ്റി കൊണ്ടുപോകാനായിട്ട് ലിഫ്റ്റ് വെക്കുന്ന കാണാം. പലപ്പോഴും സിനിമകളിലെ വില്ലന്മാരും നായകന്മാരും ഒക്കെ രക്ഷപ്പെടുന്നതും കുടുങ്ങുന്നതൊക്കെ ആ ലിഫ്റ്റ് ഉപയോഗിച്ചൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ളതാണ് ഗുഡ്സ് ലിഫ്റ്റ്. ഞാൻ എടുത്തു പറയാൻ കാര്യം, ഒരു 2014 10 വർഷം മുമ്പ് നൂറനാട് എന്നൊരു സ്ഥലത്ത് ഈ പറയുന്ന ഒരു സർവീസ് ലിഫ്റ്റ്, ഒരു ഗുഡ്സ് ലിഫ്റ്റ്, അതിനകത്ത് സാനിറ്ററി വയേഴ്സ്, ഈ ക്ലോസറ്റും വാഷ് ബേസിനും ഒക്കെ മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് ഇറക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ അവർ ചെയ്യേണ്ടിയിരുന്നത്, ഈ പറയുന്ന സ്റ്റാഫ് ആരാണോ അവർ ഈ സാധനമെല്ലാം പറക്കി വെച്ചിട്ട് ആ ലിഫ്റ്റിൻ്റെ സ്വിച്ച് വെളിയിലാണ്, ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ലിഫ്റ്റ് താഴെ തന്നെ ചെല്ലും. അത് അവരിറക്കി വാഹനങ്ങളിൽ കയറ്റി അവർ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ നടക്കും. പക്ഷേ ഈ ഇതിനകത്ത് സ്റ്റെപ്പ് ഇറങ്ങാൻ മടിയുണ്ടായിരുന്ന ആ ഒരു 2 തൊഴിലാളികൾ എന്ത് ചെയ്യുന്നറിയാമോ, അവർ ഈ സാധനങ്ങളെല്ലാം വാരി വെച്ചിട്ട് അവരും കൂടി അതിനകത്ത് കയറി നിന്നിട്ട് സ്വിച്ച് വെളിയിലാണ്, അവരിൽ നിന്നുകൊണ്ട് ആ സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്തു. ഒരാളുടെ കൈയും ഒരാളുടെ കാലുമാണ് ആ ലിഫ്റ്റിനിടയ്ക്ക് കുടുങ്ങി ആ ലിഫ്റ്റ് സ്ട്രക്കായി. ആ സ്ട്രക്കായ ലിഫ്റ്റിൽ നിന്ന് വളരെ പണിപ്പെട്ടാണ് ചെന്ന് നമ്മൾ ആ ലിഫ്റ്റ് ആങ്കർ ചെയ്ത് പിടിച്ച് കെട്ടി അവസാനം അതിൻ്റെ ആ സാധനങ്ങളെ സ്പ്രെഡ് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് അവരെ ജീവനോടെ രക്ഷപ്പെടുത്തി. അപ്പോൾ ഞാൻ പറഞ്ഞ ഗുഡ്സ് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എക്സ്ക്ലൂസീവ്ലി ഫോർ ട്രാൻസ്പോർട്ടിങ് ഗുഡ്സ്. നമ്മൾ അത് ഒരു കാരണവശാലും ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയേണ്ടതല്ല, അങ്ങനെ സാധനമല്ല. ദെൻ ഓട്ടോമൊബൈൽ ലിഫ്റ്റ്. ഇപ്പോൾ നമുക്കറിയാം, പാർക്കിംഗ് സൗകര്യങ്ങൾ കുറവുള്ള സ്ഥലങ്ങളിൽ വാഹനങ്ങൾ കൊണ്ടുചെല്ലുമ്പം വാഹനങ്ങൾ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ വാഹനം തന്നെ മുകളിലേക്ക് ഉയർത്തി മാറ്റുന്ന അത്തരത്തിലുള്ള ഓട്ടോമൊബൈൽ ലിഫ്റ്റ്. ഡ്രൈവർക്ക് ഇരുന്നും അല്ലാതെയൊക്കെ അതിനകത്ത് പോകാം. ദെൻ ഡം വെയിറ്റർ ലിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ ഒരു സംവിധാനമാണ്, പണ്ടേ ഉള്ളതാണ്, നമുക്ക് കാണുന്നത് പുതിയതായിട്ടാണ്. ഈ ഹോട്ടലുകളിൽ തൊട്ട് നിലയിലുള്ള മെസാനിൻ ഫ്ലോറിലോ അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലോട്ടൊക്കെ ഫുഡ് ഐറ്റംസ് കൊണ്ടുവരാൻ വേണ്ടി വെയിറ്റർക്ക് പകരം ഈ പറയുന്ന ഒരു വെയിറ്റർ താഴെ ഒരു വെയിറ്റർ മുകളിലും ആയിരിക്കും. ഇടയ്ക്ക് ഈ പറയുന്ന ഒരു ലിഫ്റ്റ് പോലൊരു സംവിധാനം ഉണ്ടാവും. അതിനകത്തോട്ട് ഫുഡ് ഐറ്റംസ് കയറ്റി വെച്ച് കഴിഞ്ഞാൽ അത് മുകളിലേക്ക് ചെല്ലുന്ന. അപ്പോൾ ഒരു വെയിറ്റർ ഉണ്ടെങ്കിൽ തന്നെ മിണ്ടാത്ത വെയിറ്റർ, അതാണ് ഡംബ് വെയിറ്റർ എന്നൊരു മീനിങ്ങിലാണ് അത് ഇട്ടിരിക്കുന്നത്. സോ ഡംബ് വെയിറ്റർ ലിഫ്റ്റുകൾ ഇന്ന് അവൈലബിൾ ആണ്. പക്ഷേ ഒരു കാരണവശാലും ഒരു കുഞ്ഞിനെ പോലും അതിനകത്ത്, ഒരു കൈക്കുഞ്ഞിനെ പോലും അതിനകത്ത് കയറ്റാൻ പാടില്ലാത്ത ലിഫ്റ്റാണ്. ദെൻ ഫയർമാൻസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ലിഫ്റ്റാണ്. അത് വലിയ ഇൻഡസ്ട്രിയൽ ബിൽഡിങ്ങുകളിലോ അല്ലെങ്കിൽ വലിയ അപ്പാർട്ട്മെൻറ്റ്സിലോ ഒക്കെ അടിയന്തര ഘട്ടങ്ങളിൽ ഫയർമാൻ അല്ലെങ്കിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർക്ക് കയറാനും മറ്റും ഉപയോഗിക്കാൻ വേണ്ടി മാത്രമുള്ള ലിഫ്റ്റാണ് ഫയർമാൻസ് ലിഫ്റ്റ്. സോ എല്ലായിടത്തും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ലിഫ്റ്റുകൾ അടിയന്തര ഘട്ടമാകുമ്പോൾ അവർ ഫയർമാൻസ് ലിഫ്റ്റായിട്ട് നിങ്ങൾ മാറ്റുകയാണ് ചെയ്യുക. അപ്പോൾ ആ സമയത്തേക്ക് പിന്നെ ആരെയാണ് അത് ഉൾപ്പെടുത്താതെ ആർക്കും ഉപയോഗിക്കാൻ കഴിയാതെ മാറ്റി വെച്ചിട്ട് ഫയർ സർവീസിൻ്റെ ഓപ്പറേഷന് വേണ്ടി മാത്രം ഉപയോഗിക്കും. ആൻഡ് ഫൈനലി ഇവാക്വേഷൻ ലിഫ്റ്റ്. ഇവാക്വേഷൻ ലിഫ്റ്റ് നിങ്ങൾ കാണാൻ സാധ്യത വളരെ കുറവാണ്, വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. സോ വലിയ കെട്ടിടങ്ങൾ 100 മീറ്റർ ഹൈറ്റിലൊക്കെയുള്ള കെട്ടിടങ്ങളിൽ അടിയന്തര ഘട്ടത്തിൽ ആളുകളെ ഒഴിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും അസുഖം വന്ന ആളെ പെട്ടെന്ന് താഴെ എത്തിക്കാനായിട്ടൊക്കെ ഒരു ഇവാക്വേഷൻ ലിഫ്റ്റ് എന്ന പേരിൽ ലിഫ്റ്റുകൾ പ്രത്യേകം സംഘടിപ്പിക്കാറുണ്ട്. അത് വേറൊരു പർപ്പസിന് ഉപയോഗിക്കുന്നതല്ല, ഇതിനുവേണ്ടി മാത്രമാണ്. ദെൻ ഇതിൻ്റെ ഓപ്പറേഷൻ അനുസരിച്ചാണെങ്കിൽ ഹൈഡ്രോളിക് എന്നും ട്രാക്ഷൻ എന്നും മെഷീൻ റൂം ലെസ് എന്നും ന്യൂമാറ്റിക് എന്നൊക്കെ പറഞ്ഞുള്ള ലിഫ്റ്റുകളുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതാണ്. ഹൈഡ്രോളിക് ആണെങ്കിൽ താഴേന്ന് നമ്മുടെ സർവീസ് സെൻറ്ററിലൊക്കെ വാഹനം പൊക്കുന്ന പോലെ പൊക്കി വിടുന്ന ലിഫ്റ്റാണ്. 2 3 നിലയിലൊക്കെ കൂടുതൽ അത് ഉപയോഗിക്കാൻ പറ്റില്ല. ബാക്കി നിങ്ങൾ കാണുന്ന എല്ലാത്തരം ലിഫ്റ്റുകളും ട്രാക്ഷൻ ലിഫ്റ്റാണ്. ട്രാക്ഷൻ ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ കൗണ്ടർ വെയിറ്റ്, നിങ്ങൾക്കറിയാമല്ലോ, കിണറിനകത്ത് നമ്മൾ വെള്ളം കോരുന്ന പോലെയാണ്. ഒരു വെയിറ്റ് താഴേക്ക് പോകുമ്പോഴാണ് ലിഫ്റ്റ് മുകളിലേക്ക് വരുന്നത്. സോ അതിൻ്റെ സൈഡിൽ കൂടെ ആ കൗണ്ടർ വെയിറ്റുകൾ പാസ് ചെയ്യുന്ന രീതിയിലുള്ള ലിഫ്റ്റിലാണ് കൂടുതലും ട്രാക്ഷൻ വെയിറ്റ് ലിഫ്റ്റുകളുള്ളത്. സോ ആ ട്രാക്ഷൻ വെയിറ്റ് ലിഫ്റ്റുകളുടെ റൂം ഏറ്റവും മുകളിലായിട്ടായിരിക്കും മെഷീൻ റൂം. ഒരുപക്ഷേ നമുക്ക് ഈ പറയുന്ന റെസ്ക്യൂ വർക്കുകൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും പ്രാധാന്യമുള്ള റൂം ആ മുകളിലത്തെ റൂമാണ്. ദെൻ മെഷീൻ റൂം ഇല്ലാത്ത ഇടയ്ക്ക് ചെറിയ കൈ കൊണ്ട് ഇറക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ സംവിധാനങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ചെറിയ ലിഫ്റ്റുകളുണ്ട്. ആൻഡ് ഫൈനലി ന്യൂമാറ്റിക് ലിഫ്റ്റ്, വാക്യൂം ലിഫ്റ്റ് എന്നൊക്കെ പേരിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചെറിയ
ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ചെറിയ ലിഫ്റ്റുകൾ, പെട്ടെന്ന് 1 2 3 പേരൊക്കെ മാത്രം ഇരിക്കുന്ന ചെറിയ ലിഫ്റ്റുകൾ. വാക്വമാണ്, എയർ കംപ്രസ് ചെയ്ത് കളയുമ്പോൾ ആ വാക്വം ക്രിയേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, സോ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഈ പറയുന്ന ഒരു ലിഫ്റ്റ് റെസ്ക്യൂ അല്ലെങ്കിൽ ലിഫ്റ്റിൽ നിന്നുള്ള ഒരു എസ്കേപ്പിന് വേണ്ടി ആവശ്യമായ ഘടകങ്ങൾ തന്നെയാണ്. ലിഫ്റ്റ് പോകുന്ന ആ വഴി ഇതാണ്, ആ കുഴി, ലിഫ്റ്റ് പോകുന്ന ആ പാത ഇതാണ്. അതിന് ലിഫ്റ്റ് വെല്ലെന്നോ ഡക്റ്റെന്നോ ഷാഫ്റ്റെന്നോ പിറ്റെന്നൊക്കെ പല രീതിയിൽ പറയാറുണ്ട്. ആ പിക്ചർ കാണുന്നത് മുകളിൽ നിന്ന് താഴേക്കുള്ളൊരു പിക്ചറാണ്, മുകളിൽ നിന്നും താഴേക്കുള്ളൊരു പിക്ചറാണ് കാണുന്നത്. സോ താഴെ നിന്ന് മുകളിലേക്ക് എടുത്താൽ ഉറപ്പായിട്ടും നമുക്ക് താഴെ മുകളിൽ എടുക്കാൻ പറ്റില്ല, ലാസ്റ്റ് റൂമിൽ നിന്നാലും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് എടുത്തിരിക്കുന്ന പിക്ചറാണ്. ആ സൈഡിൽ കാണുന്ന എല്ലാ അതിൻ്റെ കമ്മ്യൂണിക്കേഷനും മറ്റു തരത്തിലുള്ള അതിൻ്റെ സെൻസറുകൾക്കൊക്കെ ഉള്ള വയറിങ്സ് ഉണ്ട്. ഒരു സൈഡിൽ കാണുന്നത് കൗണ്ടർ വെയിറ്റ് പോകുന്ന കേബിളാണ്, ഒരു സൈഡിൽ കാണുന്നത് അതിൻ്റെ നമ്മുടെ കണ്ടെയ്നറൊക്കെ മുകളിൽ കയർ കുരുക്കി ക്രെയിൻ കൊണ്ട് പൊക്കുന്ന പോലെയാണ് നമ്മുടെ ലിഫ്റ്റ് മുകളിലേക്കും താഴേക്കും പോകുന്നത്. സോ ആ പിടുത്തമൊക്കെ അതിൻ്റെ കേബിൾസൊക്കെയാണ് ഇത് കാണുന്നത്. പിന്നെ ലിഫ്റ്റ് വെൽ എന്ന് അല്ലെങ്കിൽ ലിഫ്റ്റ് ഷാഫ്റ്റ് എന്ന് പറയാം. ഇതാണ് ലിഫ്റ്റ് കാർ. നമ്മളെല്ലാവരും സഞ്ചരിക്കുന്ന ആ വണ്ടി ലിഫ്റ്റ് കാർ എന്ന് തന്നെയാണ് പറയുക. അതിന് ബിൽഡിംഗ് കോഡ് അനുസരിച്ച് ലിഫ്റ്റ് കാർ എന്ന് തന്നെ പറയാം. ലിഫ്റ്റ് ക്യാബിൻ എന്നും പറയാറുണ്ട്. സോ ഇത് അകത്ത് നിൽക്കുന്ന ഒരാളുടെ ഒരു ലുക്ക്, നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് കാണുന്നത്. നിങ്ങൾ വെളിയിലേക്ക് തുറക്കേണ്ട ഡോറാണ് നിങ്ങളുടെ മുമ്പിൽ കാണുന്നത്. അപ്പോൾ അവിടെ ആ കൺട്രോൾ പാനലും മുകളിൽ ആ ലിഫ്റ്റിൻ്റെ റൂം ഫ്ലോർ ഇൻഡിക്കേറ്ററൊക്കെ നമുക്ക് കാണാം. ഇനി ഇതിനകത്ത് സാധാരണയുള്ള ഫെസിലിറ്റീസ് ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം എല്ലാ ലിഫ്റ്റുകളിലും ഈ ഫെസിലിറ്റീസ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഒന്ന് ഇലൂമിനേഷനാണ്. ഇലൂമിനേഷൻ എന്ന് പറഞ്ഞാൽ വെളിച്ചം എന്നുള്ളത്, ആവശ്യത്തിന് വെളിച്ചം ഉണ്ടായിരിക്കണം. അപ്പോൾ അവിടെ ഈ പറയുന്ന വെളിച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം പവർ ഫെയിലിയറോ മറ്റും വരികയാണെങ്കിൽ അതിനൊരു എമർജൻസി ലൈറ്റിംഗ്, നേരത്തെ ഉണ്ടായിരുന്ന അത്രയും വെളിച്ചം ഇല്ലെങ്കിൽ പോലും അല്പം അകത്ത് നിൽക്കുന്നവർക്ക് ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാകാത്ത രീതിയിലുള്ള വെളിച്ചം അതിനകത്ത് ഉണ്ടാകണം. കാരണം ലിഫ്റ്റുകളിൽ മറ്റു ഫെയിലുവറുകളെ അപേക്ഷിച്ച് പവർ ഫെയിലുവറുകൾ അത് ഫ്രീക്വൻ്റ് ആണ്, സ്ഥിരമായി സംഭവിക്കാറുണ്ട് പവർ ഫെയിലുവറുകൾ. അപ്പോൾ ഈ ലൈറ്റ് പോയാൽ, മെയിൻ സപ്ലൈ പോയാൽ എമർജൻസി ലൈറ്റിംഗ് എന്ന രീതിയിൽ അത്യാവശ്യം വെളിച്ചം അതിനകത്ത് ഉണ്ടാകണമെന്നാണ്. രണ്ടും ചേർത്താണ് ഞാൻ ഇല്ലൂമിനേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ വെന്റിലേഷനാണ്, വായു സഞ്ചാരമാണ്. പലപ്പോഴും ലിഫ്റ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അവർ ചോദിക്കുന്നത് ശ്വാസം മുട്ടി ചത്തുപോവോ എന്നുള്ള ഒരു ഭയം പലർക്കും. അപ്പം തൊട്ട് മുമ്പ് സംസാരിച്ച് ശ്രീ സാർ പറയുകയും ചെയ്തു, നമ്മൾ മരണത്തെ മുന്നിൽ കണ്ട് വേണം വിടുക. അപ്പോൾ നമുക്ക് ഭയം എന്നൊരു സാധനത്തെ മാറ്റാൻ വേണ്ടി തന്നെയാണ് ആ വെന്റിലേഷനെ കുറിച്ച് ഞാൻ പറയുന്നത്. ഉറപ്പായിട്ടും വായുസഞ്ചാരം ഉണ്ടാവും, ഒരു കാരണവശാലും അങ്ങനെ ഒരു പ്രശ്നമേ വരില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് തിരുവനന്തപുരത്ത് രവീന്ദ്രൻ നായർ 42 മണിക്കൂർ ലിഫ്റ്റ് കടന്നിട്ടും ശ്വാസം മുട്ടൽ ഉണ്ടായതായിട്ട് അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഓപ്പറേഷൻ ലെവലിലാണെങ്കിലും അല്ലാതെ സ്ട്രക്കായി നിൽക്കുകയാണെങ്കിലും വായുവിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ആശങ്കയുടെ ആവശ്യമില്ല എന്നുള്ളത് അതിനുള്ള സംവിധാനത്തുണ്ട്. മൂന്നാമത്തെ കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അലാംസോ അല്ലെങ്കിൽ ഹോട്ട് ലൈൻ പോലെ ഒരു തവണ പ്രസ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഫോൺ ലൈനുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാകണം എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഫോർത്ത് വൺ ഈസ് എമർജൻസി മാനേജ്മെൻറ്റ്. അതായത് ഇൻ കേസ് ഈ ലിഫ്റ്റിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ അതിനെ കൈകാര്യം ചെയ്യാനുള്ള മിനിമം സംവിധാനങ്ങൾ ആ ലിഫ്റ്റിൽ തന്നെ ഉണ്ടായിരിക്കണം എന്നാണ്. എന്തൊക്കെയാണെന്നുള്ളത് താഴേക്ക് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരാം. ഒരു എക്സാമ്പിൾ ആദ്യം പറഞ്ഞൊരു സാധനം തന്നെയാണ് ലൈറ്റ്. എപ്പോഴെങ്കിലും ലിഫ്റ്റ് സ്റ്റക്കായി പോയാൽ അതിനുള്ളിലുള്ള ആൾക്കാർക്ക് പേടി വരാത്ത രീതിയിൽ ഒരു മിനിമം ലൈറ്റ് അതിനകത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഇതതിൻ്റെ ഉള്ളിൽ കാണുന്ന കൺട്രോൾ പാനലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അത്യാവശ്യം ഇലൂമിനേഷനും വെന്റിലേഷനും ഒക്കെ കൺട്രോൾ ചെയ്യുന്നതിനുള്ള ഫാനും ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഈ കൺട്രോൾ പാനലിൽ തന്നെ ഉണ്ടാവും. കുറച്ച് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന സാധനങ്ങളാണ്, ബാക്കി അതിൻ്റെ ടെക്നീഷ്യൻസ് ഓപ്പറേറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇതൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു പിക്ചർ ഞാൻ എടുത്ത് കാണിച്ചതേ ഉള്ളൂ. ഓരോ ലിഫ്റ്റിലും കയറുമ്പം പലതരത്തിലുള്ള രീതിയിലായിരിക്കും അതിൻ്റെ ആ ഒരു ഇൻ്റർഫേസ് വരിക. സോ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു എന്ന് മാത്രം. പിന്നീടുള്ളത് ഡോറിൻ്റെ സെൻസറാണ്. ഡോറുള്ള സെൻസർ എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഹാൾ മോഷൻ സെൻസർ എന്ന് പറയും. ഹാൾ മോഷൻ സെൻസർ, ഹാൾ എന്ന് പറഞ്ഞാൽ എഡ്വിൻ ഹാൾ എന്നൊരു സയൻറ്റിസ്റ്റ് കൊണ്ടൊരു പഴയ ടൈപ്പ് ഒരു സെൻസിങ് ടെക്നോളജിയാണ് ഹാൾ മോഷൻ സെൻസർ എന്ന് പറയും. സോ ഒരു ലൈറ്റ് കാണും, ആളുകൾ പാസ് ചെയ്യുമ്പോൾ അത് എപ്പോഴാണോ ബ്രേക്ക് ആവുന്നത് ആ സമയത്ത് അത് തിരിച്ചറിയുന്ന സാധനമാണ്. നടുക്ക് കാണുന്നത് ഡബിൾ ബീം ആണ്. 2 സൈഡിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ബീം പോകുന്ന ഒരു സാധനമാണ്. ആ ബീമിനെ എപ്പോഴെങ്കിലും ഒരാൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡോർ അത് സെൻസ് ചെയ്യും, ഡോർ ക്ലോസ് ആവില്ല. തൊട്ടടുത്ത പിക്ചർ കാണിക്കുന്ന അതാണ്. ഒരു ലേഡി കടന്നു പോകുമ്പോൾ ആ ബീംസ് ബ്രേക്ക് ആവുന്നു. സോ ഡോർ അപ്പോൾ ഓപ്പൺ ആയിട്ട് തന്നെ ഇരിക്കും എന്നുള്ളതാണ് കാണിച്ചത്. ഈ സെൻസർ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ലിഫ്റ്റിന് 2 ഡോറുണ്ട്. പഴയ സിനിമയിലൊക്കെ നമുക്ക് കാണാമായിരുന്നു, ഗ്രില്ലായിരുന്നു, 2 ഗ്രില്ലുകൾ പിടിച്ചിരുന്നത്. പഴയ മറ്റേ ജോൺ ഹോനായുടെ ഒരു സിനിമയൊക്കെ ഉണ്ടായിരുന്നല്ലോ, സിനിമയുടെ പേര് കൊണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ആ 2 ഗ്രില്ല് വലിച്ചിരുന്നേക്ക് ഒരുപാട് സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഒരു ഗ്രില്ലെന്ന് പറഞ്ഞത് ആ ഷാഫ്റ്റിൻ്റെ ഡോറാണ്. നമ്മുടെ വെളിയിൽ നിൽക്കുന്ന ആൾ ആ കുഴിയിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു ഡോറാണ്.
അകത്തുള്ളത് ലിഫ്റ്റിൻ്റെ ഡോറുമാണ്. സോ 2 ഡോറുണ്ട്. ഇപ്പം ഈ പറയുന്ന ആ ഗ്രില്ലുകളൊന്നുമല്ല, ഇപ്പം വളരെ സ്പെസിഫിക് ആയിട്ട് ഡോറുകൾ തന്നെ ഉണ്ട്. അപ്പോൾ 2 ഡോറുകളാണ്. സോ ഒരേ സമയം രണ്ടും വരുന്നതുകൊണ്ടാണ് നമ്മളത് തിരിച്ചറിയാതെ പോകുന്നത്. 2 എണ്ണവും സിങ്ക്രണൈസ് ചെയ്താണ് ഒരു സൈഡിൽ നിന്ന് വരുന്നത്, ഈ സൈഡിൽ നിന്നും അതുപോലെ തന്നെയാണ്. അപ്പോൾ ആ 2 ഡോറിൻ്റെ ഇടയ്ക്ക് ഒരു വിടവുണ്ട്. ആ വിടവിലാണ് ഈ സെൻസറുകളെല്ലാം തന്നെ പിടിപ്പിച്ചിരിക്കുന്നത്. സോ 2 ഡോറുകളും ആ ഇടയ്ക്കുള്ള വിടവും ആ സെൻസറുമാണ് ഞാൻ ആ പിക്ചറിൽ കാണിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇനി എനിക്കത് കാണാൻ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? സോ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പിക്ചറിൽ മോളിൽ ഒരു ബീം കട്ടായി പോയി. എന്തോ കാരണം കൊണ്ട്, അതിൻ്റെ മെക്കാനിക്കൽ ഫെയിലുവറോ അല്ലെങ്കിൽ മെയിൻ്റനൻസിൻ്റെ കുറവുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കയറി അടഞ്ഞതുകൊണ്ടോ ആയിരിക്കാം, ഒരു മോളിൽ നിന്നുള്ള ഒരു ബീം അത് കട്ടായി കിടക്കുകയാണ്. റൈറ്റ് സൈഡിൽ പിക്ചറിൽ, രണ്ടാമത്തെ പിക്ചറിൽ 2 ലൈൻ, മുകളിൽ ഒരു ബീം കട്ടായി കിടക്കുകയാണ്, താഴെ ഒരെണ്ണം കട്ടായി കിടക്കുകയാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ 2ഓ 3ഓ ബീം കട്ടായിരിക്കുകയാണ് എങ്കിൽ സംഭവിക്കുന്നത് പുവർ ആയിട്ടുള്ള മെയിൻ്റനൻസ് കൊണ്ട് തന്നെയാണ്, മന്ത്ലി ഇൻസ്പെക്ഷനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോ ചെയ്യാത്തതുകൊണ്ട് തന്നെയാണ്. അങ്ങനെയാണ് എങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ബീം പോകാത്ത മേഖലയിലൂടെ ഒരാൾ കടന്നു പോയാൽ ആ ഡോർ സെൻസ് ചെയ്യുമോ? ഇല്ല. ഉറപ്പായിട്ടും ആ ഡോർ വന്ന് അടയും, ആ പറയുന്ന ആൾ പെടുകയും ചെയ്യും. ഞാൻ പറഞ്ഞ 2 വർഷം മുമ്പ് മുംബൈയിൽ ആ ടീച്ചർ മരിച്ചത് അത്തരത്തിലുള്ളൊരു സംഭവം കൊണ്ടാണ്. ഡോർ സെൻസ് ചെയ്തില്ല. ആ ലേഡി അവരകത്തോട്ട് കയറുന്ന സമയത്ത് സെൻസ് ചെയ്തില്ല, ആ ഡോർ വന്ന് അടഞ്ഞ് അവർ ക്രഷായി പോവാണ് ആക്ച്വലി ചെയ്തത്. ആ ഡോറിൻ്റെ ഇടയ്ക്ക് പെട്ട് ലിഫ്റ്റ് മൂവ് ചെയ്യുമ്പോൾ അവസ്ഥ നമുക്ക് അറിയാമല്ലോ. അങ്ങനെയാണ് ആ സ്ത്രീ മരിച്ചു പോയത്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഡോറിൻ്റെ സെൻസറാണ്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇത് കേടാവുന്നുവെങ്കിൽ അത് പുവർ മെയിൻ്റനൻസ് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ലാക്ക് ഓഫ് സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ കൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നത്. അല്ലാതെ ഒരു ലിഫ്റ്റ് കാലപ്പഴക്കം വന്നതുകൊണ്ട് അതിൻ്റെ സെൻസർ കേടായി പോകുന്ന ഒരു അവസ്ഥ വരുന്നില്ല. അതിന് മെയിൻ്റനൻസും സൂപ്പർവിഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ. അപ്പം ഞാൻ കുറച്ച് നേരമായിട്ട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചോദിക്കും, സാറേ നിയമാനുസൃതമായി ഇതൊക്കെ ഓരോരുത്തർ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അത് ആസ് പെർ നാഷണൽ ബിൽഡിംഗ് കോഡ് 2016 2016 നാഷണൽ ബിൽഡിംഗ് കോഡ് ഓഫ് ഇന്ത്യ പ്രകാരമാണ് ഈ ലിഫ്റ്റുകളിലുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്യേണ്ടത്. അതിനകത്ത് പാർട്ട് 8 എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് സർവീസസ് ആണ്. ലിഫ്റ്റും മറ്റേ എസ്കലേറ്ററും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. അതിനകത്ത് സെക്ഷൻ 5 ഞാൻ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നാഷണൽ ബിൽഡിംഗ് കോഡ് 2016 പാർട്ട് 8 നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഈ പറയുന്ന ഡോക്യുമെൻ്റ്. ഇൻ കേസ് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനോ മനസ്സിലാക്കാനോ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആർക്കിടെക്റ്റുകളൊക്കെ ഈ ഒരു കാര്യമാണ് പഠിക്കുന്നത് മനസ്സിലാക്കുന്നത്. സോ അതിനകത്ത് സെക്ഷൻ 5 പ്രകാരം ഇൻസ്റ്റലേഷൻ ഓഫ് ലിഫ്റ്റ്, എസ്കലേറ്റർ ആൻഡ് മൂവിംഗ് വാക്ക് എന്ന് പറയുന്നത്. ലിഫ്റ്റും എസ്കലേറ്ററും അറിയാം. മൂവിംഗ് വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലഗേജ് ഒക്കെ പാസ് ചെയ്യുന്ന പോലെ ആളുകൾ കയറി നിന്ന് കഴിഞ്ഞാൽ കുറച്ച് ചെറിയ ഡിസ്റ്റൻസിലൊക്കെ ആളുകളെ ട്രാക്ഷൻ ചെയ്തുകൊണ്ട് പോകുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ അതിൻ്റെ എല്ലാ പ്രതിഷ്ഠാപനങ്ങളും അതിൻ്റെ എല്ലാ ഇൻസ്റ്റലേഷൻസും ചെയ്യേണ്ടുന്നത് ഈ സെക്ഷൻ 5 പ്രകാരമാണ്. അതിൽ സബ്സെക്ഷൻ 5A ആണ് ലിഫ്റ്റുകളെ കുറിച്ച് മാത്രം പറയുന്നത്. ഓക്കെ, സോ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഓരോ ലിഫ്റ്റും എങ്ങനെയായിരിക്കണം, അതിൻ്റെ എല്ലാ സംവിധാനങ്ങളെക്കുറിച്ച്. പിന്നെ അതിനകത്ത് എമർജൻസി കണ്ടീഷനിലെ സേഫ്റ്റിയെക്കുറിച്ച് അതിൽ തന്നെ ഈ സബ്സെക്ഷൻ 5 .7, 7.1 to 7.2.4 അത്രയും സബ്സെക്ഷൻസിൽ അതിൻ്റെ സേഫ്റ്റിയെക്കുറിച്ച് പറയും. ഇനി ഇത് കേരളത്തിലെ പഞ്ചായത്ത് ബിൽഡിംഗ് റൂളും മുനിസിപ്പൽ ബിൽഡിംഗ് റൂളും ഈ നാഷണൽ ബിൽഡിംഗ് കോഡിൻ്റെ മക്കളാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എല്ലാ സ്ഥലത്തും ഏത് സംസ്ഥാനത്തെയും അവരുടേതായ മുനിസിപ്പൽ അല്ലെങ്കിൽ പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾ എന്ന് പറയുന്നത് നാഷണൽ ബിൽഡിംഗ് കോഡിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ വ്യതിചരിച്ചൊന്നും ചെയ്യാൻ പറ്റും. അങ്ങനെ കേരള പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾസിനകത്ത് അത് 2016 നാഷണൽ ബിൽഡിംഗ് കോഡ് വന്നതിൻ്റെ പേരിലാണ് 2019 അത് അമെൻഡ് ചെയ്തിട്ടുള്ളത്. ലേറ്റസ്റ്റ് അമെൻഡ്മെൻറ്റ് 2019 ആണ്. അതിൽ റൂൾ 40 റൂൾ 40 മുതലാണ്, റൂൾ 40 ഈ പറയുന്ന ലിഫ്റ്റുകളെ കുറിച്ച് പറയുന്നത്. പക്ഷേ ആ റൂൾ 40 പോലും അവർ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ലിഫ്റ്റുകളുടെ നിർമ്മാണം നാഷണൽ ബിൽഡിംഗ് കോഡ് പാർട്ട് 8 സെക്ഷൻ 5 സബ്സെക്ഷൻ 5A പ്രകാരമായിരിക്കണം എന്ന് എഴുതി വെച്ചത്. അപ്പോൾ ഇത് ഗൂഗിൾ ചെയ്ത് ഇൻ്റർനെറ്റിൽ നിന്ന് നിങ്ങൾക്ക് റിസോഴ്സായിട്ട് എടുത്ത് വെക്കാം. ഇൻ കേസ് അതിനെക്കുറിച്ച് അങ്ങനെ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് വെക്കാവുന്നതാണ്. നിയമപരമായ ഒരു ബാധ്യത ഇന്ത്യയിലെ എല്ലാ കെട്ടിട നിർമ്മാണ അല്ലെങ്കിൽ നിർമ്മാതാക്കൾക്കും ഈ നാഷണൽ ബിൽഡിംഗ് കോഡിലൂടെ ഉണ്ട്. ലിഫ്റ്റ് അത്രയും സേഫായിട്ട് വെക്കുന്നുണ്ട്. ഇത് അതേ നാഷണൽ ബിൽഡിംഗ് കോഡിൽ ഇതേ സ്ഥലത്ത് തന്നെയുള്ളതാണ്, നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ് ലിഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സും യൂറോപ്യൻ നോംസ്, EN എഴുതിയിരിക്കുന്ന യൂറോപ്യൻ നോംസ് ആണ്. യൂറോപ്യൻ നോംസും പിന്നെ അല്ലാതുള്ള എവിടെ ISO ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡൈസേഷൻ ഓർഗനൈസേഷൻ്റെ നിർദ്ദേശങ്ങളൊക്കെയാണ്. ഇത് മൊത്തം ഞാൻ നാഷണൽ ബിൽഡിംഗ് കോഡിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്താണ്. ആ നാഷണൽ ബിൽഡിംഗ് കോഡ് പാർട്ട് 8 കൊടുത്തിരിക്കുന്ന സാധനമാണ്, അല്ല ഞാൻ വേറെ ഒന്നും എടുത്തതല്ല. നമുക്ക് അതിൽ തന്നെ കാണാം ഒരു ലിഫ്റ്റ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഡൂസും അടുത്തത് ഡോൺസും. ഇത് രണ്ടും ആ നാഷണൽ ബിൽഡിംഗ് കോഡിൽ നിന്ന് ഞാൻ എടുത്തതാണ്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥിരമായി പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്.
ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറാണ്. ഒരു ഷേവിംഗ് സെറ്റ് വാങ്ങിയാൽ പോലും നമുക്കറിയാം അത് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് രീതിയിൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് മുറിവ് പറ്റും. അതുപോലെ തന്നെയാണ് ലിഫ്റ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ തന്നെ വേണം മുമ്പോട്ട് പോകാനായിട്ട്. സോ അതിനകത്ത് കോൾ ബട്ടൺ ലൈറ്റായിട്ട് വേണം പ്രസ് ചെയ്യാൻ, നമ്മൾ ലിഫ്റ്റ് വിളിക്കുന്ന സാധനം. ഇനി നമുക്ക് മുകളോട്ടാണോ താഴോട്ടാണോ ഒന്ന് പോകണമെന്ന് അറിയാമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള ആ ഒരു ബട്ടൺ വേണം പ്രസ് ചെയ്യാനായിട്ട്. ദെൻ ആളുകൾ വെളിയിലേക്ക് വരുമ്പോൾ അവരെ ഇറക്കി വിടണം. നമുക്ക് ലിഫ്റ്റ് കയറാനായിട്ടൊരു തിരക്ക് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അതൊരിക്കലും പാടില്ല. ലിഫ്റ്റിനകത്ത് തള്ളി കയറരുത്. നമ്മുടെ ഈ കല്യാണത്തിന് സദ്യയ്ക്ക് ഉണ്ണാൻ കയറുന്നവർ അതേ ഒരു ഇതിലാണ് നമ്മൾ ലിഫ്റ്റിലും പലപ്പോഴും കയറുന്നത്. നമ്മൾ അവസാനം തികഞ്ഞില്ലെങ്കിലോ എന്ന് പേടിച്ചൊക്കെയാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ അത് ഒഴിവാക്കി തന്നെ വേണം ചെയ്യാനായിട്ട്. ദെൻ അത്തരത്തിലുള്ള സിമ്പിൾ കാര്യങ്ങൾ മാത്രമേ അവിടെ എഴുതിയിട്ടുള്ളൂ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ കുറച്ച് ഡോൺസ്, ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. സോ ഇതെല്ലാം വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് നാഷണൽ ബിൽഡിംഗ് കൂടി തന്നെ കാണാം. അതല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആരെങ്കിലും ആവശ്യപ്പെട്ട ഈ പ്രസൻറ്റേഷൻ തന്നെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ കാതലായ ഭാഗത്തേക്ക് കിടക്കാം. ഹൗ ആക്സിഡൻറ്റ്സ് ഒക്കെ ലിഫ്റ്റുകളെ സംബന്ധിച്ച് എങ്ങനെയാണ് ഇതിൻ്റെ ആക്സിഡൻറ്റ്സ് വരുന്നുള്ളതാണ്. ഞാൻ അതിൽ മോളിൽ തന്നെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സബ് ഹെഡിങ് എഴുതിയിട്ടുണ്ട്. പൂർ മെയിൻ്റനൻസ് തന്നെയാണ് ലിഫ്റ്റുകളുടെ അപകടത്തിൻ്റെ കാരണം എന്ന് പറയുന്നത്. പൂർ ആയിട്ടുള്ള മെയിൻ്റനൻസ്, കൃത്യമായ മേൽനോട്ടം, ഇടയ്ക്കിടയ്ക്കുള്ള പരിശോധന ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. ഡോർ സ്ട്രക്ക് ആവുന്ന സംഭവങ്ങളുണ്ട്. അതായത് കയറി ഉടനെ ഡോർ സ്ട്രക്കായി, ഇറങ്ങാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഇറങ്ങി ഡോർ മീൻസ് ലിഫ്റ്റ് വന്നൊരു ലാൻഡ് ചെയ്തു, ഇറങ്ങാനായിട്ട് ശ്രമിക്കുമ്പോൾ ഡോർ സ്ട്രക്കായിരിക്കുന്ന അവസ്ഥ, അങ്ങനെ ഡോർ സ്ട്രക്കാവുന്ന അവസ്ഥകളുണ്ട്. ദെൻ ഈ ലിഫ്റ്റ് തന്നെ 2 ഫ്ലോറുകൾക്കിടയിൽ സ്ട്രക്കായി പോകുന്ന അവസ്ഥ. അന്ന് ഈ തിരുവനന്തപുരത്തുണ്ടായിരുന്ന അദ്ദേഹം രവീന്ദ്രൻ നായർ പറഞ്ഞല്ലോ, അദ്ദേഹം ബലം പിടിച്ച് ഡോർ തുറന്ന് നോക്കുമ്പോൾ ഭിത്തിയാണ് കാണുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ 2 ഫ്ലോറുകൾക്കിടയിലാണ് സ്ട്രക്കായി പോകുന്നത്. സോ അങ്ങനെ വരാറുണ്ട്. ദെൻ ഇതല്ലാത്ത മറ്റു മെക്കാനിക്കൽ ഫെയിലുവേഴ്സ്, ബ്രേക്ക്, മുകളിലുള്ള ബ്രേക്ക് റിലീസായി പോകുമ്പം താഴേക്കൊന്ന് വീഴാം. അങ്ങനെയാണ് ആ കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലിൽ മെനഞ്ഞാന്ന് ഈ പറയുന്ന ഒരു സംഭവം ഉണ്ടായത്. ബ്രേക്ക് റിലീസായിട്ട് ആ ലിഫ്റ്റ് കാർ നേരെ താഴേക്ക് പോയതാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കാം. ദെൻ ബിൽഡിങ്ങിനകത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അത് എർത്ത് ക്വേക്ക്, ഭൂചലനം ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ ബിൽഡിങ്ങിനകത്ത് ഒരു ചെറിയ ചലനം ഉണ്ടായാൽ മതി, ലിഫ്റ്റിൻ്റെ പ്രവർത്തനം അവിടെ ബ്ലോക്കാവും. ഒന്ന്, ലിഫ്റ്റ് പോകുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, ആടി ഒന്നും അല്ല പോകുന്നത്, കൃത്യമായി ഒരു നമ്മൾ ട്രെയിൻ ആ ട്രാക്കിലൂടെ പോകുന്ന പോലെയാണ്. വളരെ എന്താ പറയുക, ഒരു കൃത്യമായ മൂവ്മെൻറ്റാണ്. അപ്പോൾ അതിനിടയിൽ സ്ട്രക്ചറലി എന്തെങ്കിലും ചെറിയ വേരിയേഷൻ വന്നാൽ ലിഫ്റ്റ് പിന്നെ മൂവ് ചെയ്യില്ല. അതല്ലെങ്കിൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ സ്ട്രക്ചറലി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ലിഫ്റ്റ് വർക്ക് ചെയ്യിക്കാനേ പാടില്ല എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ഓക്കെ. ദെൻ ബിൽഡിങ്ങിൽ ഫയർ ഉണ്ടാകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബിൽഡിങ്ങിൽ ഫയർ ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഫ്ലോറിൽ ഇപ്പോൾ ഇവിടെ ഒരു എന്തെങ്കിലും ഒരു കുറച്ച് 2 കസേരയ്ക്ക് തീ പിടിക്കാൻ പറ്റുക ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്ലോറിൽ വളരെ കുറച്ച് നേരം കൊണ്ട് ചൂടും പുകയൊക്കെ നിറയും. ആ സമയത്ത് ആ ചൂട് വന്ന് തട്ടുന്ന ഭിത്തിയിൽ കുറച്ച് സഹിക്കാൻ പറ്റും, ഭിത്തിക്ക് കുറച്ച് ഫയർ റെസിസ്റ്റൻസ് ഉണ്ടാവും. ദെൻ ജനലുകളിൽ പോകുമ്പം ഗ്ലാസ് ആണ് ചിലപ്പോൾ ബ്രേക്ക് ആവും. ഇനി ലിഫ്റ്റിൻ്റെ ഡോറിൽ വന്ന് തട്ടുമ്പോൾ നമ്മുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ലിഫ്റ്റിൻ്റെ ഡോർ വളരെ സ്ട്രോങ് ആണെന്നുള്ളതാണ്. പക്ഷേ അല്ല, ഒരു ഫയറിനെ സംബന്ധിച്ച് ലിഫ്റ്റിൻ്റെ ഡോറൊന്നും വലിയൊരു പ്രശ്നമല്ല. അത് ആ ലിഫ്റ്റിൻ്റെ ഡോറിനുള്ളിലേക്ക് ചൂട് കയറിയിട്ട് അപ്പോഴേ അത് മുകളിലേക്ക് ട്രാവൽ ചെയ്യും. നമുക്കറിയാമല്ലോ, തീപ്പെട്ടി വരച്ചാൽ തന്നെ നമ്മുടെ മൂക്കിലോട്ട് ചൂടടിച്ച് കയറും. അപ്പോൾ ഫയറൊക്കെ ഉണ്ടാകുമ്പോൾ ലിഫ്റ്റിലേക്ക് വരും. അതുകൊണ്ടാണ് ലിഫ്റ്റും അത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും ഫയർ എമർജൻസി കേസുകളിൽ ഉപയോഗിക്കരുതെന്ന് പറയും. ഒരു തീപിടുത്തം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ആ ബിൽഡിങ്ങിൻ്റെ ഏത് ഫ്ലോറിലും ആയിക്കോട്ടെ ആ പറയുന്ന ലിഫ്റ്റ് എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കരുത് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ചോദ്യം ചോദിക്കുമ്പോൾ പിന്നെ എന്താണ് ഉപയോഗിക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ സ്റ്റെയർ കേസിലാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് നല്ല ശതമാനം ആൾക്കാർക്കും അറിയാൻ പറ്റും. ഇല്ല, ഇത് പരിപാടി കഴിഞ്ഞ് പുറത്തോട്ട് പോകുമ്പോൾ എസ് ഭാരതിലൊക്കെ നോക്കിയാൽ മതി, വെളിയിൽ കാണാം എക്സ്റ്റേണൽ സ്റ്റെയർ കേസ്. അതായത് ബിൽഡിങ്ങിനുള്ളിൽ നിന്ന് ഒരു ഡോർ തുറന്ന്, ചിലപ്പോൾ ഡോർ കാണുമെന്ന് നിർബന്ധമൊന്നുമില്ല, ഡോർ വെക്കരുതെന്നാണ് നിയമം. പക്ഷേ എയർ കണ്ടീഷൻ ചെയ്യുന്നതുകൊണ്ട് മിക്കവാറും ഡോർ കാണും. ഡോർ തുറന്ന് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു സ്റ്റെയർ ആയിരിക്കും കാണുന്നത്. നിങ്ങൾ താഴേക്ക് ഇറങ്ങിപ്പോയാൽ പിന്നെ നിങ്ങൾക്ക് വേറൊരു ഫ്ലോറിലും കയറണം. നേരെ 4ാം നിലയിൽ നിന്ന് താഴെ എത്താം, 5ാം നിലയിൽ നിന്ന് താഴെ എത്താം, 2ാം നിലയിൽ നിന്ന് താഴെ എത്താം. സോ നിങ്ങൾ പിന്നെ ബിൽഡിങ്ങിനുള്ളിൽ എന്ത് സംഭവിക്കുന്നതെന്ന് നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള എക്സ്റ്റേണൽ സ്റ്റെയർ കേസുകൾ വേണം ആ സമയത്ത് ഉപയോഗിക്കാൻ. ഞാനൊരു അഡ്വൈസായിട്ട് തന്നെ പറഞ്ഞാണ്, ഒരുപാട് അനുഭവങ്ങൾ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി ലിഫ്റ്റിൽ ട്രാപ്പഡായി പോകുന്ന സാഹചര്യത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ കണ്ടത്. സോ ലിഫ്റ്റിൽ ട്രാപ്പഡായി പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിൽ ലിഫ്റ്റിനകത്ത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഡോർ സ്ട്രക്കായിട്ടോ അതിൻ്റെ കാർ സ്ട്രക്കായിട്ടോ ഫെയിലൂർ ഉണ്ടോ എന്തോ ആയിക്കോട്ടെ, എന്തെങ്കിലും കാരണങ്ങളുണ്ട്, നിങ്ങൾ അകത്തായി പോകും എന്നുള്ളത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യം തന്നെ നമ്മൾ പേടിക്കുന്നു. കാര്യം നമ്മളൊരു കൂട്ടിനകത്ത് അടഞ്ഞു ഇരിക്കും. ഒരു ട്രാഫിക് ബ്ലോക്കിൽ പെട്ടാൽ പോലും നമുക്ക് ദേഷ്യവും വിഷമവും ടെൻഷനും ഒക്കെ വരുന്ന ആൾക്കാരാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു കൂട്ടിനകത്ത് പെട്ടുപോയാൽ, സപ്പോസ് നമ്മളെ പിടിച്ചൊരു കൂട്ടിനകത്ത് അടച്ചിട്ട് എങ്ങനെ ആയിരിക്കും, അതേ ഒരു ഫീലിംഗ് തന്നെയാണ്. വളരെ പെട്ടെന്ന് നമ്മൾ പാനിക് ആവാൻ തുടങ്ങും,
നമ്മൾ എന്താണ് വി വിൽ ബിൽഡപ്പ് അവർ ആൻസൈറ്റി, നമ്മുടെ ഉത്കണ്ഠ നമ്മൾ വർദ്ധിപ്പിക്കാൻ തുടങ്ങും. പിന്നെ നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത് നമുക്ക് പോലും അറിയത്തില്ല, ആ രീതിയിലേക്ക് മാറും. അത് സ്വാഭാവികമായ ഒരു പ്രതികരണമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം നിങ്ങളത് ചിലപ്പം പൊളിക്കാൻ ശ്രമിക്കാം, ചിലപ്പോൾ അവിടെ കടന്ന് സൈക്കോസിസ് ലെവലിലേക്ക് മാറിയേക്കാം. അപ്പോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താണ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ആകെ ഒരു എക്സോസ്റ്റഡായി നമ്മൾ കുഴഞ്ഞു പോയേക്കാം, പല രീതിയിൽ വരാം. അപ്പോൾ ഇവിടെ ചിലപ്പോൾ നമ്മൾ ട്രാപ്പിഡ് മാത്രമായിരിക്കും, നമ്മൾ കുടുങ്ങി, ശരിയാണ്. ചിലപ്പോൾ നമ്മൾ ബോധം കിട്ടും, പെട്ടെന്ന് ബോധം കിട്ടും, നമുക്ക് ഷോക്ക്, അതായത് മെൻ്റൽ ഷോക്ക്, ഒരു ഭയം കൊണ്ട് നമ്മൾ ഷോക്ക്, അതിന് ഷോക്ക് എന്ന് തന്നെ പറയാം, SHOCK, ഷോക്ക്, നമ്മൾ ബോധം കിട്ടുമാറുണ്ട്. അപ്പോൾ ചിലർ അൺകോൺഷ്യസ് ആവും, ചില ഇഞ്ചേർഡ് ആയിരിക്കും, അതിനകത്ത് ചിലപ്പോൾ മറിഞ്ഞ് മിനിട്ടോ 30 മിനിറ്റോ എങ്ങനെയെങ്കിലും ഇഞ്ചേർഡ് ആയിരിക്കാം. ആൻഡ് ഫൈനലി ഇഞ്ചേർഡ് ആൻഡ് അൺകോൺഷ്യസ് രണ്ടും കൂടെ വരാം, പരിക്ക് പറ്റുകയും ചെയ്തു, ബോധം കിട്ടുകയും ചെയ്തു. ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിക്ക് പറ്റി ഒരാൾ അയാളെ അടിയന്തരമായി ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ, അകത്ത് തന്നെ കിടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതൊരു വളരെ മോശം അവസ്ഥയിലേക്കൊക്കെ പോകും. രണ്ടാമത് ഇഞ്ചേർഡ് അൺകോൺഷ്യസും ആണെങ്കിൽ വളരെ പ്രയാസമായിരിക്കും അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ റിക്കവർ ചെയ്യാൻ, അൺലെസ് ആൻഡ് അണ്ടിൽ നിങ്ങളിത് വളരെ പെട്ടെന്ന് ആ ലിഫ്റ്റ് ഓപ്പൺ ചെയ്ത് ആളെ രക്ഷപ്പെടുത്തിയില്ല എങ്കിൽ. ഇനി നമ്മുടെ തിരുവനന്തപുരത്തെ രവീന്ദ്രൻ നായർ അദ്ദേഹത്തിൻ്റെ കേസിലൊക്കെ അത് ട്രാപ്പിഡ് മാത്രമായിരുന്നു. 42 hours 42 മണിക്കൂർ അദ്ദേഹം സർവൈവ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതിലിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അകത്ത് പെട്ടുപോയി എന്ന് കരുതി നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അകത്ത് നിങ്ങൾ പെട്ടുപോയാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഈസ് സ്റ്റേ കാം. ഞാൻ ഈ പടം കാണിച്ചിരിക്കുന്നത് കണ്ടിട്ട് പെട്ടിയും തലാണയും കൊണ്ട് പോയി കിടക്കണോ എന്നൊന്നും ചോദിക്കരുത്. സോ സ്റ്റേ കാം എന്നുള്ളത് ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിലവിൽ അകത്ത് പെട്ടാൽ ആ പെട്ടിരിക്കുന്ന സ്ഥലമാണ് ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലം. നിങ്ങൾ തുറക്കാൻ നോക്കുന്നതൊക്കെ വലിയ വലിയ അപകടങ്ങളിലേക്ക് ഒരുപാട് പേര് അങ്ങനെ ആയിട്ടുണ്ട്. മനസ്സിലാക്കേണ്ട കാര്യം, അതിനകത്ത് തന്നെ ഒരു പാമ്പഴിഞ്ഞ് കയറി വരത്തില്ല, നിങ്ങൾ ഷോക്ക് അടിക്കാൻ പോകുന്നില്ല, ആരും കൊണ്ട് കത്തി കൊണ്ട് കുത്താൻ പോകുന്നില്ല, ഇതുടനെ പൊട്ടി വീണ് താഴെ വീണ് പ്രശ്നമൊന്നുമില്ല, ബോംബ് പൊട്ടുന്നില്ല, പൊട്ടത്തൊന്നുമില്ല. സോ കുറേ കാര്യങ്ങൾ ഇൻപുട്സ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സ്റ്റേജിൽ എത്താൻ പറ്റും. കീപ് കാം, അതായത് നിങ്ങൾ വളരെ കൂളായിട്ടിരിക്കുക എന്നുള്ളതാണ്. ഇത് ഒരു ലിഫ്റ്റിൽ കുടുങ്ങിയ ആൾക്കാർ, ഈ കുടുങ്ങി എന്ന പേരിൽ മാത്രം ഇതുവരെ ആരും മരണപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷേ വെപ്രാളം കാണിച്ച് തല കൊണ്ടിടിച്ചും, സൈക്കോസിസ് ലെവലിൽ തല കൊണ്ടിടിച്ചും, പൊളിക്കാൻ നോക്കിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് കൈ കുടുങ്ങിയിട്ടും, തുറന്നു നോക്കുമ്പോൾ ഹാഫ് ആയിരിക്കും, കയറാൻ നോക്കുമ്പോൾ ലിഫ്റ്റ് ഓപ്പറേറ്റർ ആയിട്ടുമൊക്കെ, ലിഫ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിച്ചിട്ടുമൊക്കെ ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട്. അതാണ് ഞാൻ എഴുതിയിരിക്കുന്ന ആ വാചകം. ട്രാപ്പഡായി എന്നതിൻ്റെ പേരിൽ മാത്രം മരണപ്പെട്ട ആരുമില്ല, പക്ഷേ ഈ രീതിയിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ഒരുപാട് പേര് പരിക്കേൽക്കുകയും മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ ലിഫ്റ്റിനകത്ത് എന്താ ചെയ്യേണ്ടത്? വളരെ കൂളായിട്ട് ആ ഏറ്റവും മുകളിലത്തെ പിക്ചറിൽ കാണിച്ചിരിക്കുന്നല്ലേ, നിങ്ങൾക്കത് കാണാനും വായിക്കാനും പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ലേ? ഉണ്ടല്ലോ. സോ വെയിറ്റ് ഫോർ ദ പേഴ്സൺസ് ടു കം. ആരെങ്കിലും വരട്ടെ എന്ന രീതിയിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. അതിനകത്ത് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് കൂടുതൽ വെയിറ്റ് ചെയ്യാം. കാണിച്ച് ചെയ്യണ്ട, 2 പേരുണ്ടെങ്കിൽ, 2 പേരവിടെ ഉണ്ടെങ്കിൽ അവർ രണ്ടുകൂടെ ആലോചിക്കുകയാണ് നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും. അവർ തമ്മിൽ ഉടനെ ഫ്രണ്ട്സായി മാറുകയാണ്, അപരിചിതരായ ഒരാളെ കൊണ്ട് ഫ്രണ്ട്സായി മാറുക. ഇനി മൂന്നാമത് കാണിച്ചിരിക്കുന്ന പടം വളരെ വ്യത്യസ്തമായൊരു പിക്ചറാണ്. ഒരു ലേഡിയും ഒരു ജെന്റിൽമാൻ, അവർ രണ്ടുപേരും ലിഫ്റ്റിനകത്ത് ഇരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഈ ലിഫ്റ്റ് എങ്ങനെയും ഒന്ന് കുടുങ്ങിയിരുന്നേ കൊള്ളായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്ലീസ് സ്റ്റക്ക്, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, സ്റ്റക്ക് ആവണേ. അപ്പോൾ സാഹചര്യങ്ങൾ ഒത്തുവരികയാണെങ്കിൽ സ്റ്റക്ക് ആവുന്നത് കുഴപ്പമില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സോ അപ്പോൾ നമ്മൾ ഈ പേടിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം വീണ്ടും നമ്മൾ ആലോചിക്കേണ്ടി വരും. ഓക്കെ, എനിവേ ഡിസിഷൻ ഈസ് യുവേഴ്സ്. ബട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഒന്ന്, ഡോർ ഓപ്പൺ അറിയാമല്ലോ, 2 സൈഡിലേക്കും ആരോ കാണിച്ചു ഡോർ ഓപ്പൺ ബട്ടൺ പ്രസ് ചെയ്യുക. അതൊരു എമർജൻസി സ്വിച്ച് കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ എമർജൻസി മാനേജ്മെൻറ്റ് ഭാഗം കൂടിയാണ്. അഥവാ ഈ പറയുന്ന ലിഫ്റ്റ് ഡോറ് സ്റ്റക്കായി പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും 2 ഫ്ലോറിനടയ്ക്ക് പോയി നിന്ന് പോവുകയോ ചെയ്താൽ ഈ ഡോർ ഓപ്പൺ, വേറെ ഒരു സ്വിച്ചിലും ആ സംവിധാനമില്ല, ഡോർ ഓപ്പൺ സ്വിച്ച് കൊടുത്താൽ ആ പറയുന്ന ലിഫ്റ്റിൻ്റെ സേഫ്റ്റി സംവിധാനം അനുസരിച്ച് അതൊന്നുകിൽ ഡോർ തുറക്കുകയോ അല്ലെങ്കിൽ ഫ്ലോറിനിടയ്ക്കാണെങ്കിൽ നിയറസ്റ്റ് ഫ്ലോറിലേക്ക് അത് റീച്ച് ചെയ്തിട്ട് തുറക്കുകയോ ചെയ്യും. നിങ്ങൾ ഒരുപക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് വളരെ വലിയ സേഫ്റ്റി ഡിവൈസസോടുകൂടിയാണ് ലിഫ്റ്റുകൾ സ്ഥാപിക്കുന്നത്. ഇപ്പം ഒരുപാട് ലിഫ്റ്റ് കമ്പനികൾ, ഇപ്പോൾ ഓട്ടിസും, കോനെ, ഹാസും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾ പോയ ബിൽഡിങ്ങിലെല്ലാം കാണാം. അവരൊക്കെ തന്നെ നല്ല സേഫ്റ്റി ഫീച്ചേഴ്സോടുകൂടിയാണ് ലിഫ്റ്റുകൾ സ്ഥാപിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സേഫ്റ്റി ഫീച്ചറാണ് ഈ ഓപ്പൺ ബട്ടൺ എന്ന് പറയുന്നത്. ഓപ്പൺ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കയറാൻ നേരത്ത് അല്ലെങ്കിൽ ഇറങ്ങാൻ നേരത്ത് ഓപ്പൺ ചെയ്യുന്നത് മാത്രമല്ല, എമർജൻസി ടൈമിലും നിങ്ങൾക്ക് ഓപ്പൺ ബട്ടൺ ഉപയോഗിക്കാം. അത് നിങ്ങൾ ആ ഡോർ തുറക്കാൻ അല്ലെങ്കിൽ തൊട്ടടുത്ത ഫ്ലോറിലേക്ക് ആ ലിഫ്റ്റ് പതിയെ പോയി നിൽക്കാൻ ഒരു സംവിധാനം കൂടി ഉള്ളതാണ് ആ സ്വിച്ചിനകത്ത്. സോ നിങ്ങൾ ഡോർ ഓപ്പൺ ബട്ടൺ പ്രസ് ചെയ്യാം. ഇനി അത് വിജയിക്കുന്നില്ല, ഡോർ ഓപ്പൺ ചെയ്യാൻ നോക്കിയിട്ട് ഓപ്പൺ ആകുന്നില്ലെങ്കിൽ ഈ കോൾ ബട്ടൺ അവിടെ കൊടുത്തിട്ടുണ്ട്. കോൾ ബട്ടൺ എന്ന് പറയുന്നത് ആ ഓപ്പറേറ്ററെ, ലിഫ്റ്റ് ഓപ്പറേറ്ററെയോ അല്ലെങ്കിൽ മുകളിലെ മെഷീൻ റൂമിലിരിക്കുന്ന അതിൻ്റെ ഓപ്പറേറ്ററെയോ
വിളിക്കാനുള്ളൊരു സംവിധാനമാണ്. അപ്പോൾ അവിടെ ഒരാളില്ലെങ്കിൽ അടുത്തൊരാളെ അവരെ ഏൽപ്പിച്ചിട്ടായിരിക്കും പോവുക. ഇങ്ങനെയുള്ള ഒരാളും ഇല്ലാതിരുന്നുകൊണ്ടാണ് തിരുവനന്തപുരത്ത് രവീന്ദ്രൻ നായർ 42 മണിക്കൂർ കിടക്കേണ്ടി വന്നത്. അപ്പോൾ അവിടെ ആക്ച്വലി അവിടെയുള്ള ആൾക്കാർ ദേ ഹാവ് ക്രിയേറ്റഡ് എ അൺസേഫ് കണ്ടീഷൻ. പുറത്തുനിന്ന് വന്ന ഇതിനകത്ത് അപരിചിതനായ ഒരു പരിശീലനവും ഇല്ലാത്ത നിരപരാധിയായ ഒരാളെ മനഃപൂർവ്വം കൊടുക്കുന്നതിനുള്ള ഒരു മൗസ് ട്രാപ്പ് പോലുള്ളൊരു സംവിധാനമായിരുന്നു അത്. ശരിക്കും അതൊരു കുറ്റകരമായ അനാസ്ഥ തന്നെയാണ്. വേണമെങ്കിൽ പറയുന്ന ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് പിന്നെ എന്താണ് കൊലപാതക ശ്രമത്തിനുള്ള കേസ് വരെ എടുക്കാവുന്നതാണ്. അത്രയ്ക്ക് മോശം സാഹചര്യമാണ് ഒരുക്കി കൊടുത്തത് ആ ആളിനെ അതിനകത്ത് കയറ്റി. കാരണം ആ ലിഫ്റ്റ് വാസ് ഔട്ട് ഓഫ് സർവീസ്. പക്ഷെ അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ പോലും അതിനകത്ത് കൊടുത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പവർ ഓഫ് ചെയ്തിടാമായിരുന്നു. ഏറ്റവും ബേസിക്കലി പവർ ഓഫ് ചെയ്തിടാം. ഒരു പക്ഷേ മൊത്തത്തിലുള്ള പവറിനെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എല്ലായിടത്തും ഡിസ്ട്രിബ്യൂഷൻ സ്വിച്ചുകളുണ്ട്, DB കളുണ്ട്. അത് വെച്ചിട്ട് അത് ഓഫ് ചെയ്തിടാം, പവർ ഓഫ് ചെയ്തിടാം. അല്ലെങ്കിൽ റിബൺസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, റിബൺസ് ഒട്ടിക്കുണ്ടാവും X ആകൃതിയിൽ, അതിൻ്റെ ഡോറിൽ റിബൺസ് ഒട്ടിക്കുണ്ടാവും. അതല്ലെങ്കിൽ അതിൻ്റെ സ്വിച്ച്, ലിഫ്റ്റിൻ്റെ ആ പറയുന്ന കോൾ സ്വിച്ച്, ലിഫ്റ്റിനെ വിളിക്കുന്ന ആ സ്വിച്ചിൻ്റെ പുറത്ത് എന്തെങ്കിലും സംവിധാനം വെച്ച് ഒട്ടിക്കാമായിരുന്നു. ഇതൊന്നും ചെയ്യാതിരുന്നുകൊണ്ടാണ് അദ്ദേഹം. അല്ലാതെ അദ്ദേഹം അത് പൊളിച്ചിട്ട് ഹോളിവുഡ് ആക്ഷൻ സീരീസ് സ്റ്റൈലിലൊന്നും കയറിയതൊന്നുമല്ലല്ലോ, ഒന്നുമല്ല. അദ്ദേഹം സാധാരണ ഒരാളെ പോലെ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഡോർ തുറന്നു, പ്രസ് ചെയ്ത് ഡോർ തുറന്നു, കയറി. അപ്പോൾ അതിനകത്ത് മറ്റ് പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അത് മുൻകൂട്ടി അറിയിക്കണമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. സോ ഇവിടെ ഈ കോൾ സ്വിച്ച് ലിഫ്റ്റ് ഓപ്പറേറ്റർ, ലിഫ്റ്റ് എമർജൻസി സർവീസ്, ലിഫ്റ്റിൻ്റെ മെഷീൻ റൂം തുടങ്ങിയവയിലേക്ക് വിളിക്കാനുള്ളതാണ് ഈ പറയുന്ന കോൾ സ്വിച്ച് എന്നുള്ളത്. ദെൻ കോൾ സ്വിച്ചും ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലാം സ്വിച്ച് ആയിരിക്കും. അലാം എല്ലാ ലിഫ്റ്റിനകത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പാനലിൽ അവിടെ ഒരു മണിയുടെ സിമ്പിളുള്ള സാധനം. സോ ചിലപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ അറിയാതെ കയറി അല്ലെങ്കിൽ കൗതുകത്തിൻ്റെ പേരിൽ പ്രസ് ചെയ്യുമ്പം ആ അലാറം കേൾക്കാം. ഒരു ഹൂട്ടർ അലാറമാണ്, മൊത്തം ബിൽഡിങ്ങിലും ആ അലാറം കേൾക്കാം. ഓക്കെ. സോ ട്രെയിനിനകത്ത് എമർജൻസി ആയിട്ട് നമ്മൾ ചെയിൻ വലിക്കുന്ന പോലെയാണ് ഈ ഒരു സാധനം. ആ പറയുന്ന ലിഫ്റ്റ് സ്റ്റോപ്പ് ചെയ്യാനല്ല, വലിയ അലാറമായിരിക്കും. ഇപ്പം എന്തോ എമർജൻസി ഉണ്ടായിന്ന് എല്ലാവരും അറിയും. അതാണ് എൻ്റെ പ്രത്യേകത. ഓക്കെ. ദെൻ എല്ലാ ലിഫ്റ്റിലും ഇല്ലെങ്കിലും പല ലിഫ്റ്റുകളിലുള്ളൊരു സംവിധാനമാണ് എമർജൻസി ഫോൺ ചെയ്യാനുള്ള സംവിധാനങ്ങൾ പലപ്പോഴും ഉണ്ട്. നിങ്ങൾ ഈ ആ വലത്തെ അറ്റത്തുള്ള ഫോട്ടോ പലപ്പോഴും കണ്ടു കാണും. ഒരു ചെറിയ ഫോൺ ലിഫ്റ്റിനകത്ത് വെച്ചിരിക്കുന്നത് പലപ്പോഴും. അത് കൂടുതൽ ലിഫ്റ്റ് ഓപ്പറേറ്റർമാരാണ് ഉപയോഗിക്കുക. അവരെടുത്ത് വെച്ചിട്ട് വിളിക്കുന്നതൊക്കെ നമുക്ക് കാണാം. സോ അങ്ങനെയുള്ള ഫോൺ, അല്ലെങ്കിൽ പുഷ് ടു ടോക്ക് സംവിധാനങ്ങളുണ്ട്. അത് അങ്ങനെയുള്ള സംവിധാനങ്ങൾ. ഇത് കിട്ടുന്നത് ഒരിക്കലും ആ ലിഫ്റ്റ് ഓപ്പറേറ്റർമാരൊക്കെ ആയിരിക്കത്തില്ല. അവിടുത്തെ ബന്ധപ്പെട്ട എമർജൻസി സർവീസുകൾക്ക് തൊട്ട് വെളിയിലുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിനോ ആംബുലൻസ് സർവീസിനോ ഒക്കെ ആയിരിക്കും ആ കോളുകൾ പോകുന്നത്. അതാണ് ആ ഒരു സംവിധാനം. ആൻഡ് ഫൈനലി യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഇൻ ഓൾ പോസിബിൾ വേസ്. ഈ ലിഫ്റ്റ് ചിലപ്പോൾ സഞ്ചരിക്കുമ്പോഴാണ് നിങ്ങൾ ഫോൺ എടുക്കുന്നതെങ്കിൽ പലപ്പോഴും ഫോണിൻ്റെ ഒരു എന്താ പറയുക റേഞ്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു നെറ്റ്വർക്ക് കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ ലിഫ്റ്റ് സ്റ്റോപ്പായി നിൽക്കുമ്പം പലപ്പോഴും നമുക്ക് നെറ്റ്വർക്ക് കിട്ടാറുണ്ട്. നിങ്ങൾ തന്നെ ഫോൺ ചെയ്തുകൊണ്ട് ലിഫ്റ്റിനകത്ത് കയറുമ്പം ഡോർ അടയുന്നവരെ നമുക്ക് ഫോൺ ചെയ്യാൻ പറ്റും. മൂവ് ചെയ്യുമ്പോഴായിരിക്കും മിക്കവാറും ആ ഫോൺ ലൈൻ നമുക്ക് നെറ്റ്വർക്ക് നഷ്ടപ്പെടുന്നത്. സോ നിങ്ങൾക്ക് ഫോൺ തന്നെ ഉപയോഗിച്ച് തൊട്ടടുത്ത ആൾക്കാരെ വിളിക്കുക. ആ കോഴിക്കോട് ഇന്നലെ കുടുങ്ങിപ്പോയ ലേഡി, അവർ ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു. അപ്പോൾ ആ ഫോൺ എടുത്ത ആൾ ഇവർ പറയുന്നത് കേൾക്കാൻ വയ്യാതെ മറ്റോ എടുത്ത് വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഇവരുടെ നിലവിളി ലിഫ്റ്റിനകത്ത് കേട്ടിട്ട് ആ ആൾ തൊട്ടടുത്ത അപ്പാർട്ട്മെൻറ്റിലെ ആൾ പറഞ്ഞിട്ടാണ് അവർ നേരെ 101 വിളിച്ച് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിനെ അറിയിച്ചു. അവർ വന്ന് ആ ലിഫ്റ്റിൽ നിന്ന് ആളിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. അപ്പം നമുക്ക് എമർജൻസി നമ്പർ വിളിക്കാം. ആൻഡ് ഫൈനലി ഈ റെസ്ക്യൂ ഓപ്പറേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചെറിയൊരു പരിചയപ്പെടുത്തൽ മാത്രമാണ്. ഒരു ലിഫ്റ്റിനകത്ത് ആൾ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അലാം ബെൽ വിളിക്കുമ്പം മോളിലുള്ള ഓപ്പറേറ്റർക്കാണ് ആ കോള് കിട്ടുന്നത്. ആ ഓപ്പറേറ്റർ മോളിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് തനിയെ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ തനിയെ ചെയ്യും, അല്ലെങ്കിൽ അടുത്ത ആൾക്കാരെ വിളിക്കും. ഇനി ആര് വന്നാലും ചെയ്യുന്ന ആദ്യത്തെ പ്രാഥമികമായ കാര്യം ലിഫ്റ്റ് കീ എന്നൊരു സംവിധാനമുണ്ട്. ഇത് നിങ്ങളുടെ കയ്യിൽ തരുന്ന അല്ലെങ്കിൽ പാസഞ്ചേഴ്സിന് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമല്ല. അതിൻ്റെ ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ എമർജൻസി സർവീസ് ആരാണോ അവർക്ക് മാത്രമാണ് ലിഫ്റ്റ് കീ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുക. സോ ആ ഔട്ടർ ഡോറിൽ, ലെഫ്റ്റ് സൈഡിലെ ഡോറിൽ മുകളിലായിട്ടായിരിക്കും അതിൻ്റെ ആ കീ ഹോൾ. അവിടെ കീ ഇട്ട് കഴിഞ്ഞാൽ ആ ലിഫ്റ്റിൻ്റെ ഡോറ്, ഫ്രണ്ടിലെ ഡോർ തുറക്കാം. ആ ഷാഫ്റ്റ് ഡോർ തുറന്നാൽ അകത്തൊരു ലാച്ച് ഉണ്ടാവും. ആ ലാച്ച് ഫ്രീ ആക്കി കഴിഞ്ഞാൽ അകത്തെ ഡോറും തുറന്ന് ആളിനെ പുറത്തേക്ക് ഇറക്കാം. സോ ഈ ഇറക്കം നോക്കുമ്പോൾ ഈ ലിഫ്റ്റിൻ്റെ ആ വണ്ടി, ലിഫ്റ്റ് ക്യാബിൻ, ലിഫ്റ്റ് കാർ ചിലപ്പോൾ താഴെ മുകളിലോ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ മുകളിൽ പോയി ആ മെഷീനകത്ത്, ഇതെല്ലാ ട്രാക്ഷൻ മോട്ടറിലും ഈ സംവിധാനമുണ്ട്. ഓട്ടോമാറ്റിക് അല്ലാതെ തന്നെ മാനുവലായിട്ട് നമുക്ക് അതിൻ്റെ ബ്രേക്ക് റിലീസ് ചെയ്ത് വെച്ചുകൊണ്ട് ആ വീല് കറക്കിയാൽ ആ ലിഫ്റ്റിൻ്റെ ക്യാബിനെ താഴേക്കോ അല്ലെങ്കിൽ മുകളിലേക്കോ കൊണ്ടുവരാൻ പറ്റും. കൂടുതലും താഴേക്കായിരിക്കും വിടുന്നത്. നമുക്ക് ആ ലോഡ് അത്ര സഹിക്കാതിരിക്കാൻ വേണ്ടി പതിയെ കറക്കി കഴിയുക ചെയ്യും. സോ ഇത് ഒരു തവണ ഞാൻ ചെയ്തിട്ടുണ്ട്. 2005 എറണാകുളത്ത് കടവന്ത്ര വ്യാപാര ഭവനിൽ ഇതുപോലെ ഒരാൾ കുടുങ്ങിയ സമയത്ത്, ഒരാളല്ല ഒരു ടീമാണ് കുടുങ്ങിയത്. ഭയങ്കര നിലവിളിയും ബഹളമൊക്കെ ആയിരുന്നു അകത്ത്. സോ അന്ന് ലിഫ്റ്റൊന്നും പൊളിച്ചില്ല, നേരെ പോയി മുകളിൽ പോയി ആ വീഞ്ച് വീല് കറക്കുകയാണ് ചെയ്തത്. സോ
ഞാനുൾപ്പെടെ 2 പേര് സർവ്വശക്തി എടുത്ത് കറക്കിയപ്പോഴാണ് ആ സാധനം ഒന്ന് ചെറുതായിട്ടൊന്ന് അനങ്ങി കിട്ടിയത്. സോ എന്തായാലും അന്ന് ആളിനെ പൂർണ്ണമായിട്ട് ലിഫ്റ്റ് ഒന്നും പൊളിക്കാതെ തന്നെ രക്ഷപ്പെടുത്താൻ പറ്റി. സോ ഈ വീല് ഓപ്പറേറ്റ് ചെയ്യുമ്പം ആ ലിഫ്റ്റിൻ്റെ പൊസിഷൻ താഴേക്കോ മുകളിലേക്കോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടാനുസരണം എടുത്തിട്ട് ആ ഡോറ് തുറന്ന് നമുക്ക് ആളിനെ രക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഡോറ് തുറക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ കട്ടപ്പാര ഉപയോഗിച്ച് പൊളിക്കുക എന്നുള്ളത് തന്നെയാണ് രക്ഷ. സോ സ്പ്രെഡർ സംവിധാനങ്ങൾ ഇന്നുണ്ട്, ഹൈഡ്രോളിക് സ്പ്രെഡറുകളുണ്ട്. അതല്ലെങ്കിൽ അതിനെ പെർസ്യൂഡർ എന്ന് തന്നെ പറയുക. അല്ലെങ്കിൽ സാധാരണ മോഷ്ടാക്കൾ അത് പൊളിക്കാൻ ഉപയോഗിക്കുന്ന അതേ സംവിധാനങ്ങളൊക്കെ തന്നെ നമ്മളവിടെ ഇംപ്രവൈസ് ചെയ്ത് ഉപയോഗിക്കുന്നു മാത്രം. സോ ഇതിനകത്തുള്ള ഒരു സംവിധാനമാണ്. ഈ എല്ലാ ലിഫ്റ്റിൻ്റെയും ആ ക്യാബിന് മുകളിലുള്ള സംവിധാനം ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രഷർ കൊടുത്ത് മുകളിലേക്ക് ഉയർത്താവുന്ന ഒരു സംവിധാനമാണ്. ഹിഞ്ച്ഡ് ആക്സസ് പാനൽ എന്നൊരു വിജാഗിരിയുള്ള ഒരു ജനൽ തള്ളി തുറക്കുന്ന പോലെ മുകളിലേക്ക് തുറന്നു വെക്കാവുന്ന ഒരു സാധനമാണ്. ഇത് പലപ്പോഴും ഈ പറയുന്ന ലിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ് അടച്ച് ലോക്ക് ചെയ്തൊക്കെ വെക്കും. പക്ഷേ ഇത് തുറക്കാവുന്ന സാധനമാണ്. പക്ഷേ ഇത് നിങ്ങൾക്ക് എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് തുറന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ പുറലോകമായിട്ടൊരു ബന്ധമാവും. ഈ പറയുന്ന പോലെ നമുക്ക് കുറച്ചുകൂടി വെളിച്ചവും വായുവും ഒക്കെ കിട്ടും. സോ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ നിലവിളി കുറച്ചും കൂടി ഓപ്പണായിട്ട് പുറത്തേക്ക് നിങ്ങളുടെ പല അഡ്വാൻറ്റേജ് ഉണ്ട്. സോ ഇത് നിങ്ങൾക്ക് തുറക്കാൻ പറ്റും എന്ന് കരുതി അതിനകത്ത് കാണിക്കുന്ന പോലെ വലത്തെടുത്ത് കാണിക്കുന്ന പോലെ ചാടി മുകളിലോട്ട് കയറുകയും ചെയ്യരുത്. സോ അങ്ങനെ അത്ര അക്രോബാറ്റിക് ഒന്നുമല്ല. നമ്മൾ ഒരു പട്ടി വന്നാൽ പോലെ ഓടി കടി കൊള്ളുന്ന പതിവാണ് നമുക്കുള്ളത്. അപ്പം പിന്നെ നമ്മൾ ലിഫ്റ്റിനകത്തൂടെ കയറി മുകളിലോട്ട് കയറാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. സോ അതുകൊണ്ട് ആ പറയുന്ന സംവിധാനത്തിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് രക്ഷാപ്രവർത്തകർക്ക് വന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾ ലിഫ്റ്റിൻ്റെ താഴെ ഒരു സ്ഥലത്താണ് കുടുങ്ങിയിരിക്കുന്നതെങ്കിൽ മുകളിലുള്ള ഏതെങ്കിലും ഫ്ലോറിലെ ഡോറ് അത് പൊളിച്ചിട്ട് അല്ലെങ്കിൽ ലിഫ്റ്റ് കീ വെച്ച് തുറന്നിട്ട് ലാഡർ ഏണി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ റോപ്പ് ഉപയോഗിച്ചിട്ടോ ഒക്കെ ആളുകളെ രക്ഷപ്പെടുത്തിയെടുക്കാറുണ്ട്. സോ അങ്ങനെ ഒരുപാട് പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അപകടം കുറയ്ക്കാനായിട്ട് ലിഫ്റ്റുകളിൽ കുറേ ഇന്നോവേഷൻസ് ലിഫ്റ്റുകളിൽ ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഡോർസാണ്. ഇപ്പോൾ ചിലപ്പോൾ ഫുൾ ഗ്ലാസ്സുകൾ അല്ലെങ്കിൽ പകുതി ഗ്ലാസ് അല്ലെങ്കിൽ അതിനകത്തൂടെ അല്പം ഒരു ഇൻസ്പെക്ഷൻ വിൻഡോ പോലെ കുറച്ച് കാണാവുന്ന രീതിയിലൊക്കെയുള്ള ലിഫ്റ്റ് ഡോറുകൾ ഇന്ന് അവൈലബിൾ ആണ്. സോ ഇതൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അതിനകത്തൊരാൾ കുടുങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും എലി കിടന്ന് ഓടുന്നുണ്ടെങ്കിൽ നമ്മൾ വെളിയിൽ നിന്ന് കാണാം. സോ അങ്ങനെ ഒരു സംവിധാനങ്ങൾ വരുന്നുണ്ട്. സോ അത് ചെയ്യാൻ പറ്റും. ദെൻ ഗ്ലാസ് ലിഫ്റ്റുകളുണ്ട്. പക്ഷേ ഗ്ലാസ് ലിഫ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിങ്ങൾ കണ്ടു കാണും, നമ്മുടെ ലുലു മാളിലൊക്കെ പോയാൽ നമുക്ക് കാണും. പക്ഷേ ഇത് ഒരുപാട് ഹൈറ്റിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. വലിയ ബിൽഡിങ്ങുകളിൽ ഇത് പറ്റില്ല. പക്ഷേ ചെറിയ സ്ഥലങ്ങളിൽ ഇത് പറ്റും. പക്ഷേ നല്ലത് തന്നെയാണ്. ടെക്സ്റ്റൈൽസിലോ അല്ലെങ്കിൽ അങ്ങനെ ഷോപ്പിംഗ് മാളുകളിലോ ഒക്കെ ഈ പറയുന്ന ഗ്ലാസ് ലിഫ്റ്റുകൾ ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്. സോ അത് ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. സോ നമുക്ക് ആളുകൾ അതിനകത്ത് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും നമുക്ക് അറിയാൻ പറ്റും. കമ്മ്യൂണിക്കേഷനൊക്കെ എളുപ്പമായിരിക്കും. പിന്നെ ഈ പ്രൈവസിയുടെ ഒരു വിഷയമൊക്കെ ഉള്ളതുകൊണ്ട് പലരും എതിർക്കുമായിരിക്കും. എങ്കിലും മോളസ്റ്റേഷൻ അങ്ങനെയുള്ള ഒരു സെക്യൂരിറ്റിയുടെ ഒക്കെ ഇഷ്യൂ വെച്ച് നോക്കുവാണെങ്കിൽ ഗ്ലാസ് ലിഫ്റ്റുകൾ നല്ലത് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ വ്യത്യസ്തമായിട്ട് ഒരുപാട് പുതിയ സേഫ്റ്റി ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ടാണ് ഞാൻ എടുത്തത്. സോ അതുകൊണ്ടാണ് അത്രയും ഒരു സൈസിൽ മാത്രം കാണുന്നത്. മൾട്ടി ബീം ഡിറ്റക്ടറുകൾ, അൾട്രാസൗണ്ട് ഡോർ ഡിറ്റക്ഷൻ. സോ ഇതിന് ഒരുപാട് പുതിയ ഡിവൈസുകൾ നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ട്. കൂടാതെ കുറേ സെക്യൂരിറ്റി ഫംഗ്ഷനുകളും സർവീസ് ഫംഗ്ഷൻസും ഒക്കെ ലിഫ്റ്റിൽ കൊണ്ടുവന്ന് ഇതെല്ലാം ഈ പറയുന്ന പോലെ ലിഫ്റ്റിൽ ആക്സിഡൻസ് കുറയ്ക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡെയിലി ഓരോ ദിവസവും ഈ ലോകത്ത് എത്ര ലക്ഷം ആൾക്കാരായിരിക്കും ലിഫ്റ്റിൽ യാത്ര ചെയ്യുന്നുണ്ടാവും, അല്ലേ? ശരിയല്ലേ? ഒരുപാട് പേര് ലിഫ്റ്റിൽ യാത്ര ചെയ്യുന്നുണ്ടാവും. ഒരു ദിവസം തന്നെ 3-4 പ്രാവശ്യം ലിഫ്റ്റിൽ പോകുന്ന ആൾക്കാരുണ്ടാവും ഒരേ ബിൽഡിങ്ങിൽ തന്നെ, അവരുടെ ജോലിയുടെ ഭാഗമായിട്ടും മറ്റുമൊക്കെ. സോ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഉണ്ടാകുന്ന ആക്സിഡൻസിൻ്റെ എണ്ണം വളരെ വളരെ കുറവാണ്. പക്ഷെ അതിൽ പോലും നമ്മൾ പെടരുത് എന്ന ഒരു താല്പര്യത്തോടുകൂടി വേണം ഇതിനെ കാണാനായിട്ട്. ഇതൊരു ചെറിയ സ്പാർക്കായിട്ട് കണ്ടാൽ മതി. ഈ ഒരു അരമണിക്കൂർ ഒരു സംഭാഷണം കൊണ്ട് നിങ്ങൾ ലിഫ്റ്റിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു എന്നൊന്നും ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പേരിൽ ആരാടാ ലിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അടുത്ത ദിവസം സ്റ്റൈൽ ഇറങ്ങാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. സോ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഒരു സ്പാർക്കായിട്ട് മനസ്സിൽ വെക്കുക. നിങ്ങൾക്ക് സേഫ്റ്റി ഉറപ്പുവരുത്താൻ ആ പറയുന്ന ആൾക്കാർ ബാധ്യസ്ഥരാണെന്നുള്ള കാര്യം മറക്കരുത്. ആ ഒരു സേഫ് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. എവിടെയാണോ ലിഫ്റ്റ് വെച്ചിരിക്കുന്നത് അവർ ബാധ്യസ്ഥരാണ്. സോ എല്ലാവരും ആഗ്രഹിക്കുന്നതും അങ്ങനെയുള്ള ഒരു സേഫ് ആൻഡ് ചിയർഫുൾ ആയിട്ടുള്ള ഒരു ജേർണിയാണ്. സോ ആ രീതി തന്നെ ആകട്ടെ. സോ താങ്ക് യു. ഒരു ലിഫ്റ്റ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് നമുക്കങ്ങനെ തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, നല്ല ചോദ്യമാണ്. അദ്ദേഹം ചോദിച്ചത് ഒരു പൂർ മെയിൻ്റനൻസ് ഒരു സാധാരണക്കാരൻ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതല്ലേ ചോദിച്ചത്, അതല്ലേ? സോ അവിടെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ ലിഫ്റ്റുകളെ കുറിച്ച് എത്രമാത്രം ടെക്നിക്കൽ എക്സ്പെർട്ട് ആകുന്നുവോ അത്രമാത്രം എളുപ്പമായിരിക്കും അത് കണ്ടുപിടിക്കാനായിട്ട്. അതാണ് അതിനകത്ത് ഒന്നാമത്തെ വഴി. രണ്ടാമത്തെ കാര്യം, പിന്നെ നമ്മുടെ ലൈഫ് അതിനകത്ത് പെട്ടുപോകുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മളതിനകത്ത് പെട്ടുപോകുമ്പോൾ മാത്രമാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ ഇതിനൊരു ഇൻഡിക്കേറ്റർ എന്ന് പറയാനായിട്ടാണെങ്കിൽ, അതായത് നിങ്ങളൊരു ലിഫ്റ്റിൻ്റെ മെയിൻ്റനൻസ് അതിൻ്റെ പൂറായിട്ടാണോ എന്നൊരു ഇൻഡിക്കേറ്ററായിട്ട് അറിയാവുന്നത് മിക്കവാറും നിങ്ങൾ ചെല്ലുമ്പം അതിൻ്റെ ഓപ്പറേഷൻസ് എല്ലാം സ്ലോ
അല്ലെങ്കിൽ ഡിലേഡ് ആയിരിക്കും. 2, അതിൻ്റെ കേബിൾസൊക്കെ മിക്കവാറും അല്ലെങ്കിൽ അതിൻ്റെ സംവിധാനങ്ങളൊക്കെ മിക്കവാറും പൊട്ടിപ്പൊളിഞ്ഞൊക്കെ ആയിരിക്കും. സോ അതെല്ലാം നിങ്ങൾക്ക് ഏറ്റവും വിഷ്വലായിട്ട് കാണാവുന്ന കാര്യങ്ങളാണ്. ബേസിക്കലി നല്ല ടെക്നിക്കൽ എക്സ്പെർട്ട് ആണെങ്കിൽ മാത്രമേ അങ്ങനെ തിരിച്ചറിയാൻ പറ്റൂ. ഈവൻ എനിക്ക് പോലും ഞാൻ ഇത്രയും ഇങ്ങനെ പറഞ്ഞെങ്കിൽ എനിക്ക് പോലും അത് പൂർ മെയിൻറ്റൈൻഡ് ആണോ എന്ന് തിരിച്ചറിയാൻ എനിക്ക് തീർച്ചയായും നല്ല ചോദ്യമാണ്. ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെന്ന് കണ്ടാൽ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ നേരിട്ട് ആ ബിൽഡിങ്ങിൻ്റെ ഓണർ അല്ലെങ്കിൽ ഒരു പക്ഷേ അപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ അതിൻ്റെ റെസിഡൻസ് അസോസിയേഷൻ ആയിരിക്കാം, അവർക്ക് കൊടുക്കുക. അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കാര്യം നിങ്ങൾക്ക് അറിയില്ല, മരട് ഫ്ലാറ്റ് ഒക്കെ പൊളിച്ച സമയത്ത് എല്ലാത്തരം സംവിധാനങ്ങളിൽ ലൈസൻസ് എല്ലാം കൊടുത്ത ബിൽഡിങ്ങാണ്. സുപ്രീം കോടതി കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിരീക്ഷിച്ച കാര്യം, എന്തുതന്നെയായാലും ശരി ആ ബിൽഡിങ്ങിൽ എല്ലാത്തരം സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും അത് ശരിയായ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ജോലി ആ ബിൽഡിങ്ങിൻ്റെ താമസിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഓണർക്കാണ് എന്ന ഒരു പോളിസി അല്ലെങ്കിൽ ആ ഒരു കാര്യം വെച്ചിട്ടാണ് ആ ഫ്ലാറ്റ് പൊളിച്ചു കളയാൻ പറഞ്ഞത്. അതുകൊണ്ട് ആ ബിൽഡിംഗ് ഓണർക്ക് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അദ്ദേഹത്തോട് പറയാം. 2, അതിന് ലൈസൻസ് കൊടുക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്, മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ പഞ്ചായത്തോ ആണെങ്കിൽ അവർക്ക് ഇത് കൊടുത്താൽ ഞാൻ നേരത്തെ പറഞ്ഞ നാഷണൽ ബിൽഡിംഗ് കോഡ് 2016 പാർട്ട് 8 സബ്സെക്ഷൻ 5 വെച്ചിട്ട് അവർക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാം. ലിഫ്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുള്ള സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാൻ പറ്റും. 3, നിങ്ങൾക്ക് ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് കേസെടുക്കാനായിട്ട് വില്ലേജ് ഓഫീസർക്ക് പരാതി. ബിക്കോസ് അൺസേഫ് കണ്ടീഷൻ എന്ന് പറഞ്ഞത് ഒരു ദുരന്തം വരുത്തി വെക്കുന്ന സ്ഥാപനമായതുകൊണ്ട് വില്ലേജ് ഓഫീസറാണ് നമ്മുടെ ദുരന്ത നിവാരണത്തിൽ ഏറ്റവും താഴെയുള്ള ആൾ, അദ്ദേഹത്തിന് പരാതി. ഈ 3 രീതിയിൽ നമുക്ക് ഇന്ത്യയിൽ സാർ എനിക്ക് സാർ ഈ പറഞ്ഞ പ്രസൻറ്റേഷനിൽ ഒരു പ്രത്യേക ഭാഗത്ത് പറഞ്ഞു ലിഫ്റ്റിൽ 2 പേര് കുടുങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല സൗഹൃദത്തോടെ അത് വളരെ പേഷ്യൻസോടെ നിൽക്കണമെന്ന്. എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത് 90-ൽ ഇറങ്ങിയ ദിലീപിൻ്റെ ഒരു സിനിമയാണ് മിസ്റ്റർ ബട്ട്ലർ. ഈ മിസ്റ്റർ ബട്ട്ലറിനകത്ത് ശരിക്കും ഇങ്ങനെ ഒരു രംഗമുണ്ട്. അതായത് ഒരു 15 നില കെട്ടിടത്തിൽ ദിലീപ് ഈ കെട്ടിടത്തിലെ ബട്ട്ലറാണ്, പല വീടുകളിൽ സഹായിക്കുന്ന ആളാണ്. അപ്പോൾ അതിലെ നായിക കൂടി കുടുങ്ങുകയും അതിൽ വെച്ച് ഭക്ഷണം പാകം ചെയ്ത് ഏകദേശം 1.5 ദിവസത്തോളം അതിൽ നിൽക്കുന്നൊരു രംഗമുണ്ട്. വേണമെന്നവർക്ക് കാണാം. ഞാൻ ചോദിക്കാൻ വന്ന മറ്റൊരു കാര്യം, ഇപ്പം നമ്മുടെ ആ കാറുകളിൽ ഇപ്പം ഏറ്റവും പുതിയ കാറുകളിലൊക്കെ ഒരു അതിൻ്റെ എഞ്ചിനോ മറ്റോ കേട് വന്നു കഴിഞ്ഞാൽ സിഗ്നൽ തരുന്ന സംഭവമുണ്ട്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് ഈ ലിഫ്റ്റ് കേടായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡോറായാലും ശരി, എഞ്ചിനായാലും ശരി, അതിൻ്റെ മോട്ടറായാലും ശരി കേട് പറ്റിക്കഴിഞ്ഞാൽ സിഗ്നൽ തരുന്ന ഒരു സംഭവം നമ്മുടെ ഇല്ലേ? അതോ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ടോ എനിക്കറിയില്ല. ഞാൻ കുറച്ച് ലിഫ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ലിഫ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ടോ, അങ്ങനെ ഉണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. വാണിംഗ് സിസ്റ്റം തീർച്ചയായും അങ്ങനെ ഉള്ള ഒരു വാണിംഗ് സൈൻസ് ഉള്ള ലിഫ്റ്റുകൾ തന്നെയുണ്ട്. അതിൻ്റെ മുകളിൽ, അതായത് ലിഫ്റ്റുകളുടെ മുകളിൽ കാണിക്കുന്ന ഫ്ലോർ ഇൻഡിക്കേറ്റർ, ഏത് ഫ്ലോറിലാണ് എത്തിയിരിക്കുന്നത് കാണിക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ കൊടുക്കുന്ന സ്ഥലമുണ്ട്. പക്ഷേ അതിനകത്താണ്, ലിഫ്റ്റിനകത്ത് കയറിയാലേ ആ ഒരു ഇൻഡിക്കേറ്റർ കാണാൻ പറ്റും. അങ്ങനെ കയറുമ്പോൾ അവിടെയാണ് മിക്കവാറും ഓവർ വെയിറ്റ് കപ്പാസിറ്റി കൂടി എന്നൊക്കെ എഴുതി കാണിക്കത്തില്ലേ, ആ ഭാഗത്ത് ലിഫ്റ്റ് ഔട്ട് ഓഫ് സർവീസ് എഴുതി കാണിക്കാറുണ്ട്. ബാക്കിയുള്ളത് ഇത് തിരിച്ചറിഞ്ഞ് വെളിയിൽ ഇൻഡിക്കേഷൻ ഒട്ടിച്ചാൽ മാത്രമേ അത് അറിയാൻ പറ്റൂ. പിന്നെ സാറ് പറഞ്ഞ മിസ്റ്റർ ബട്ട്ലറിൻ്റെ ഒരു കാര്യം പറഞ്ഞത്, അതിനകത്ത് മിസ്റ്റർ ബട്ട്ലർ സിനിമയുടെ പേര്, അതിനകത്ത് ദിലീപും ആ നായിക രുചിത മിസ്ത്രി കന്നഡ നായിക ഒരു ലിഫ്റ്റിനകത്ത് കുടുങ്ങി 1 ദിവസത്തോളം ചെലവഴിക്കുന്ന കാണിക്കുന്നു. കറണ്ട് പോകുമ്പോൾ അദ്ദേഹം എമർജൻസി ലാമ്പ് ഓൺ ചെയ്യുന്നു, പാചകം ചെയ്യുന്ന കാണിക്കുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. കാര്യം ലിഫ്റ്റിനകത്ത് നീരാവി വന്നിട്ടുണ്ടെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് അവർ ശ്വാസം മുട്ടി തട്ടിപ്പോയിട്ടുണ്ടാകും. അതൊരു സിനിമ ആയതുകൊണ്ട് സിനിമയുടെ രീതിയിൽ തന്നെ കാണണം. പിന്നെ അദ്ദേഹം പറഞ്ഞ പോലെ അങ്ങനെ വേണമെങ്കിലും ലിഫ്റ്റിനകത്ത് 1 ദിവസം ചെലവഴിക്കാം എന്നതിന് വേണമെങ്കിൽ ആ ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാവുന്നത്. സാർ, ബീംസ് കട്ട് ചെയ്ത കാര്യം പറഞ്ഞു, അത് നമുക്ക് ലിഫ്റ്റിൽ എൻ്റർ ചെയ്യുന്നതിന് മുന്നേ ബീംസ് കട്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ മാർഗമുണ്ടോ? മനസ്സിലായി. തീർച്ചയായും നല്ല ചോദ്യമാണ്. അതായത് ബീംസ് കേടായിട്ടുണ്ടോ, ആ ബീംസ് സെൻസർ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാനായിട്ട് അങ്ങനെ ഒരു കൗതുകത്തോടുകൂടിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഒന്നുമില്ല. ലിഫ്റ്റ് കോള് വിളിച്ചു, സോ ലിഫ്റ്റ് ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൈ ഓരോ സ്ഥലങ്ങളിലും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് അറിയാൻ പറ്റും. ഞാൻ ഈ കൈ വെച്ച് നോക്കിയപ്പം അവിടെ സെൻസ് ചെയ്യാതെ പോയി ഡോറ് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ അത് ആ പോർ മെയിൻ്റനൻസ് ഞാൻ എടുത്തെഴുതാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്. അല്ലെങ്കിൽ സെൻസർ വർക്ക് ചെയ്യുന്നോ എന്ന് നമുക്ക് നോക്കാനായിട്ട് പറ്റും. ഈ മൾട്ടി ബീം സെൻസർ ആണെങ്കിൽ ഒരു വിരൽ വെച്ചാൽ പോലും അത് സെൻസ് ചെയ്യും, അത്രയ്ക്ക് സെൻസിറ്റീവാണ്. ഈ അധ്യാപകനായിട്ട് ചോദിക്കുകയാണ്, നമ്മുടെ സ്കൂളുകളിലും കോളേജ് തലങ്ങളിലുമൊക്കെ ഇതുപോലുള്ള പല കാര്യങ്ങളെക്കുറിച്ചും അവയർനെസ് പ്രോഗ്രാം എന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ ശ്രീ സാറ് പറഞ്ഞതിനോട് ഒരു റിസൾട്ടും ഇല്ലാത്ത കുറേ കാര്യങ്ങൾ, കുറേ കുട്ടികളെ കൂട്ടി നിർത്തി ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ സംസാരിപ്പിക്കുക, എന്നിട്ട് വിടുക എന്നുള്ളത്. അതിനെക്കാട്ടിലുള്ള ഉപരി ഇതിനൊരു പരിശീലനം കൊടുക്കുക എന്നുള്ള, ഒരു പ്രാക്ടീസ് ചെയ്യിക്കുകയാണല്ലേ കൂടുതൽ റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളത്. കുട്ടികൾ റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഇടതുവശത്തൂടെ സൈക്കിൾ ചവിട്ടണമെന്ന് അവർക്കറിയാം. പക്ഷേ അവരത് ഫോളോ ചെയ്യാത്തത്, അവരോട് വെറുതെ പറഞ്ഞു കൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അവർക്ക് പരിശീലനം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർക്ക് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതല്ലേ, അത് കറക്റ്റായിട്ട് നമ്മുടെ സ്കൂൾ തലങ്ങളിൽ നടക്കുന്നില്ല എന്നുള്ളത്
100% ശരിയാണ്. അദ്ദേഹം പറഞ്ഞത് ഈ പറയുന്ന പോലെ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടല്ലാതെ വെറുതെ പേപ്പറുകളിലാണ് ഇത്തരം പദ്ധതികൾ പറയുന്നത്. 2004 കുംഭകോണത്ത് ഒരു സ്കൂളിൽ 88 കുട്ടികൾ വെന്തു മരിച്ചൊരു സംഭവം ഉണ്ടായതിനു ശേഷം കേന്ദ്ര അന്ന് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റ് ആണ്, മാനവ വിഭവശേഷി മന്ത്രാലയമാണ് ഒരു ഡയറക്ഷൻ എല്ലാ സംസ്ഥാനങ്ങളിലും കൊടുത്തിരുന്നു. സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള സേഫ്റ്റി ട്രെയിനിങ്ങുകൾ കൊടുക്കണം. അത് വെറും വാക്കാലുള്ള അവയർനെസ് ക്ലാസ്സുകളായി ഒതുങ്ങുന്നതല്ല, അല്ലാതെ മോക്ക് ഡ്രിൽ ഉൾപ്പെടെ ഇവാക്യുവേഷൻ ഡ്രിൽ ഉൾപ്പെടെ ചെയ്യണമെന്നാണ്. പക്ഷേ വളരെ നാമമാത്രമായ സ്ഥാപനങ്ങൾ മാത്രമേ ആ ഒരു സർക്കുലർ പ്രകാരം മുൻകൈ എടുത്ത് എല്ലാ വർഷവും ഇത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നുള്ളൂ. അങ്ങനെയുള്ള ചെയ്യുന്നവരെ എനിക്കറിയാം, സ്കൂളുകളെ എനിക്കറിയാം. ആ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ ആ കുട്ടികളായിട്ട് പോയി പല ദുരന്തങ്ങളിലും ആളുകളെ സഹായിക്കുകയും ദുരന്തങ്ങൾ തടയുകയും ചെയ്തുള്ള വാർത്തകൾ വരെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കോംപ്രിഹെൻസീവായിട്ട് എല്ലാ സ്ഥലത്തും ഒരു ഔട്ട്കം ബേസ്ഡ് ആയിട്ട് ട്രെയിനിങ് കൊടുത്ത് അല്ലെങ്കിൽ ആ രീതിയിൽ അവരെ പ്രാക്ടീസ് ചെയ്യിച്ചാൽ മാത്രമേ അത് ചെയ്യൂ. ഇല്ലെങ്കിൽ എത്ര ക്ലാസ്സുകൾ കൊടുത്താലും നേരിട്ട് തീ കാണുമ്പം നമ്മൾ അയ്യോ എന്നേ പറയത്തുള്ളൂ, അല്ല ഹായ് തീ എന്നാരും പറയത്തില്ല. സോ എല്ലാവരും അയ്യോ എന്നേ പറയത്തുള്ളൂ. അപ്പോൾ അതിന് അത്രയും ട്രെയിനിങ് കൊടുത്താൽ മാത്രമേ, പ്രാക്ടീസ് കൊടുത്താൽ മാത്രമേ ശരിയാവത്തുള്ളൂ. അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഇപ്പോൾ UGC 2024 ഡിസംബർ മുതലുള്ള പരീക്ഷകൾക്ക് UGCയുടെ നെറ്റ് പരീക്ഷയ്ക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പേപ്പറാക്കി, വലിയൊരു ഒരു സെഷനാക്കി. പക്ഷേ അതൊക്കെ എത്രമാത്രം ഗുണകരമാവും എന്നുള്ളത് ഈ ആളുകൾ പഠിച്ച് പുറത്തിറങ്ങി കഴിയുമ്പോൾ അവർ ദുരന്തങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കിയിട്ടേ എന്ന് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഒരു ഔട്ട്കം ബേസ്ഡ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. സാറേ, വിദേശ രാജ്യങ്ങളിലൊക്കെ 10 നിലയുള്ള ബിൽഡിങ്ങുകളിലൊക്കെ ഈ ലിഫ്റ്റ് റൂമിൽ ആരുമില്ല. അതിനവിടെ അവർ ഇരിക്കുന്ന സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിഫ്റ്റ് അല്ലെ ഫയറിൻ്റെ വല്ല പ്രശ്നം വന്നാലും ലിഫ്റ്റ് കുടുങ്ങിയാലും ഇവരുടെ ഈ സേഫ്റ്റി ആൻഡ് റെസ്ക്യൂ അതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ റിയൽ എസ്റ്റേറ്റിലെ ഒരു പെട്ടെന്ന് വിളിച്ചാൽ കിട്ടുന്ന പെർമനൻ്റ് ആയിട്ടുള്ള 3 നമ്പർ കൊടുത്തിരിക്കും. അവരാരെങ്കിലും വിളിച്ചറിയിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായാലും സെക്യൂരിറ്റി പോയി എത്തിയിരിക്കും. ആ സിസ്റ്റം നമ്മളിവിടെ വന്നിട്ടുണ്ടോ? അതിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ രവീന്ദ്രൻ നേർക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു. കൺട്രോൾ റൂമിൽ നിന്ന് അത് മാനേജ് ചെയ്യായിരുന്നു. തീർച്ചയായും അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അത് കമ്മ്യൂണിക്കേഷൻ്റെ ഹോട്ട് ലൈൻസ് എന്ന രീതിയിൽ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊന്നും ചെയ്യണ്ട. ആ ലിഫ്റ്റിൽ നിന്നാണ് കോൾ വന്നതെന്ന് വ്യക്തമായ ബോധ്യമാവുന്ന രീതിയിൽ തൊട്ടടുത്ത റെസ്ക്യൂ സെൻറ്റർ, ഞാൻ അന്ന് പറഞ്ഞില്ല ആംബുലൻസിനോ അല്ലെങ്കിൽ റെസ്ക്യൂവിനോ ഒക്കെ ആയിരിക്കും നേരിട്ട് കോൾ പോകുന്ന സംവിധാനങ്ങൾ കേരളത്തിലെ ലിഫ്റ്റുകളിലും ഉണ്ട്. പക്ഷേ എല്ലായിടത്തും ഇല്ലയെന്ന് മാത്രമാണ്. സാർ ചൂണ്ടിക്കാണിച്ച എക്സാമ്പിൾ വിദേശ രാജ്യങ്ങളിൽ പല സ്ഥലത്തും ഉണ്ട്, ഇന്ത്യയിലും ഉണ്ട്, കേരളത്തിലും ഉണ്ട്. പക്ഷേ എല്ലാ സ്ഥലത്തും ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന പോലെ ആളുകളെ പേടിയും കുറഞ്ഞേനെ. രവീന്ദ്രനാഥെ പോലെ ആൾക്കാർ വളരെ 42 മിനിറ്റിന് മുമ്പ് ചിലപ്പോൾ രക്ഷപ്പെട്ടെങ്കിൽ. ഈ കൊട്ടാരക്കര ലിഫ്റ്റ് പൊട്ടി വീണെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ലിഫ്റ്റിനകത്തേക്കാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? പൊട്ടി വീണെന്ന് പറഞ്ഞാൽ ലിഫ്റ്റിൻ്റെ ബ്രേക്ക് റിലീസായി പോയതാണ്. ആ ബ്രേക്ക് റിലീസായപ്പോൾ ആ ക്യാബിൻ നേരെ താഴേക്ക് ഒന്ന് വീണാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇക്കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ കാറിനകത്ത് വന്ന് എൻ്റെ അനിയൻ്റെ മോനോട് ഇരിപ്പുണ്ട്. അവൻ എന്നോട് പറഞ്ഞു, വലിച്ച അങ്ങനെയാണെങ്കിൽ താഴെ വരുമ്പം അവർ വല്ല ബാഗ് വല്ലതും കയ്യിലുണ്ടായിരുന്നെങ്കിൽ എടുത്ത് വെച്ച് താഴെ വെച്ച് അതിന് പുറത്തോട്ട് പിടിച്ചിരുന്നെങ്കിൽ ആഘാതം കുറയുമായിരുന്നല്ലോ എന്ന് ചോദിച്ചു. അതാണ് അതിനകത്ത് ചെയ്യാനുള്ളത്. ഇമ്പാക്റ്റ് കുറയണമെങ്കിൽ അവിടെ ഒരു ശകലം, ഒരു ചെറിയ ലെയറെങ്കിലും എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ഇമ്പാക്റ്റ് കുറയും. അതായത് നിങ്ങൾ മുകളിൽ താഴേക്കൊന്ന് വീഴുമ്പം മൂടിടിച്ച് വീഴുകയാണെങ്കിൽ, നേരെ ഇടിച്ച് വീഴുകയാണെങ്കിൽ നിങ്ങളുടെ ബാക്കിലെ ഭാഗങ്ങളെല്ലാം തകരും. വീഴുന്ന ചെളിയിലാണെങ്കിൽ കുറയും, വെള്ളത്തിലാണെങ്കിൽ പിന്നെയും കുറയും എന്ന് പറയുന്ന പോലെയാണ്. നമ്മൾ ആ ക്യാബിനകത്ത് ഇരിക്കുന്ന ആൾ ആ ക്യാബിൻ അതോടൊപ്പം സഞ്ചരിച്ച് താഴെ വന്ന് ക്യാബിൻ ഇരിക്കുമ്പോൾ അതേ ഇമ്പാക്റ്റോടുകൂടി തന്നെയാണ് നമ്മളും ആ താഴേക്ക് ഇടിക്കുന്നത്. സോ ആ ആഘാതം കുറയ്ക്കാനായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ പോലും അത്രയും കുറയും. സോ കുറച്ചും കൂടി ഒക്കെ എന്താണ് ബഫറിങ് സംവിധാനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്രയും കുറയും. ഇനി ബെയർ ഹാൻഡായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് ഏറ്റുവാങ്ങുകയും നിർത്തിയുള്ളൂ. സാർ, വേറൊരു ടൈപ്പ് ഓഫ് ആക്സിഡൻറ്റ് കേട്ടിട്ടുള്ളത്, നമ്മൾ ഡോർ എൻട്രി ചെയ്യും ബട്ട് ലിഫ്റ്റിൻ്റെ പ്ലാറ്റ്ഫോം അവിടെ ഉണ്ടാവില്ല. അങ്ങനെ നേരെ താഴേക്ക് വീണുള്ള അപകടങ്ങൾ കേട്ടിട്ടുണ്ട്. അത് അങ്ങനെ ഉണ്ടാവാറുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. അത് വളരെ റെയർ ഇൻസിഡൻ്റ് ആണ്. ഈ പറയുന്ന പോലെ ലിഫ്റ്റ് പിന്നെ പ്രസ് ചെയ്യുമ്പം ലിഫ്റ്റിന് ഓപ്പൺ ആവും. നമ്മൾ ശ്രദ്ധിക്കാതെ കാലെടുത്ത് നോക്കുമ്പോൾ ലിഫ്റ്റ് കാർ അവിടെ കാണത്തില്ല, അത് താഴെ അവിടെ നിൽക്കുമായിരിക്കും. അത് ഏറ്റവും പൂർ മെയിൻ്റനൻസിൻ്റെ ഭാഗമാണ്. കാരണം ലിഫ്റ്റ് ഏത് ഡോറിൽ വരുന്നോ അവിടെ മാത്രമേ ഓപ്പൺ ആകാൻ പാടുള്ളൂ. എല്ലാ ബേസിക് ലിഫ്റ്റുകളുടെയും പ്രധാന പ്രക്രിയ എല്ലാ ഡോറും ഓപ്പൺ ആയി കിടക്കല്ലേ. എവിടെയാണോ ലിഫ്റ്റ് വരുന്നത് അത് മാത്രമേ ഓപ്പൺ ആകാൻ പാടുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ ലിഫ്റ്റ് പോകുമ്പം നിങ്ങളിലെ കോള് വിളിച്ചാൽ താമസിച്ച് പോയാൽ പോലും പ്രസ് ചെയ്താൽ ഓപ്പൺ ആവില്ല. അത്രയ്ക്കും സേഫാണ്. മറ്റേത് വളരെ പൂർ മെയിൻ്റനൻസ് അല്ലെങ്കിൽ വളരെ റെയർ ആയിട്ടുള്ള ഇൻസിഡൻ്റ് ആണ്. പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ആളുകൾ താഴെ പോയിട്ടുണ്ട്.